everyone, welcome to Vedantu Malayalam channel. ഞാൻ അഞ്ജന, your biology teacher. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പോവാണ്. സോ ഒരുപാട് പിള്ളേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാം റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് ഈ രണ്ട് ചാപ്റ്റർ ഒന്നുകൂടെ നമുക്ക് എടുത്തു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ടാണ് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്നതിനേക്കാളും മുന്നേ നിങ്ങൾ അടിപൊളിയായിട്ട് ഈ രണ്ട് ചാപ്റ്ററും പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററുടെ ഫുൾ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പഠിക്കും, അതുപോലെ തന്നെ ക്രെബ്സ് സൈക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പഠിക്കും, അതുപോലെ തന്നെ ഫെർമെന്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പഠിക്കും. റൈറ്റ്. സോ അതുകൂടാതെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ATP സിന്തസിസ് നമ്മൾ കേട്ടിട്ടുണ്ട്, മൈറ്റോകോൺട്രിയയ്ക്ക് അകത്താണ് ATP പ്രൊഡക്ഷൻ ആവുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. സോ എങ്ങനെയാണ് ഈ മൈറ്റോകോൺട്രിയയിലെ ഏത് ഭാഗത്താണ് എങ്ങനെയാണ് ഈ ഒരു ATP സിന്തസിസ് നടക്കുക, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡി ആവുക, പെട്ടെന്ന് തന്നെ റെഡി ആവുക. നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു കാര്യമുണ്ട്. എന്താണത്? all of us are breathing അല്ലേ? all of us are breathing. ശരിയാണോ? നമ്മളെല്ലാവരും ബ്രീത് ചെയ്യുന്നുണ്ടോ? റൈറ്റ്. സോ ബ്രീതിങ് അത്രയ്ക്ക് എസെൻഷ്യൽ ആണോ? ബ്രീത് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇൻ കേസ് ബ്രീത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുക? റൈറ്റ്. സോ അത്രയ്ക്ക് എസെൻഷ്യൽ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കാണൂലേ നമ്മുടെ ബോഡിക്കകത്ത്? എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കാണൂലേ? റൈറ്റ്. അത് മാത്രമല്ല എല്ലാ ജീവികളും എല്ലാ ഓർഗാനിസമും ബ്രീത് ചെയ്യുന്നുണ്ടോ? സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനൊക്കെ ഉള്ള ആൻസർ എന്നോട് പറയണേ. ഓക്കെ. അത് മാത്രമല്ല നമ്മുടെ എല്ലാ ജീവികളും അതിൻ്റെ ലൈഫ് ആക്ടിവിറ്റി ചെയ്യണം. ഏത് ഓർഗാനിസം ആവട്ടെ, നമ്മളാവട്ടെ അല്ല വേറെ ഏതെങ്കിലും ഓർഗാനിസം ആവട്ടെ, അതിൻ്റെ ലൈഫിന് വേണ്ട വേരിയസ് ആക്ടിവിറ്റി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും ഒരാൾ വളരെ 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 എസെൻഷ്യൽ ആണ്. ആരാണത്? എനർജി അല്ലെ. എനർജി വളരെ എസെൻഷ്യൽ ആണ്. സോ നമ്മളിപ്പോൾ ഒന്നും ഒരു സൈഡിൽ നിന്നും ഇങ്ങനൊരു സൈഡിലേക്ക് മൂവ് ആവാനാണെങ്കിലും, ഞാൻ ഇതുപോലെ സംസാരിച്ചുകൊണ്ടിട്ട് അങ്ങനെ സംസാരിക്കാനാണെങ്കിലും, നമ്മൾ നോക്കുകയാണെങ്കിലും അല്ലെ. സോ ഇങ്ങനെ എന്ത് ആക്ടിവിറ്റി, ഡൈജഷൻ ആവട്ടെ, എക്സ്ക്രീഷൻ ആവട്ടെ, ഈവൻ ബ്രീതിങ്ങിനും കൂടെ നമുക്ക് എന്ത് വേണം? എനർജി വേണം അല്ലെ. സോ ഈ എനർജിയൊക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നമുക്കറിയാം, ഫുഡിലാണ് അല്ലെ. ഫുഡിലൂടെയാണ് നമുക്ക് എനർജി കിട്ടുന്നത്. എന്നാൽ പിന്നെ ഫുഡിൽ നിന്ന് എങ്ങനെയാണ് എനർജി ഡിറൈവ് ചെയ്യുന്നത്? റൈറ്റ്. സോ ഫുഡിലൂടെ എങ്ങനെയാണ് ഈ എനർജിനെ എടുക്കുന്നത്? അതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അത് മാത്രമല്ല എല്ലാ ജീവികളും ഫുഡിനെ കഴിക്കുന്നുണ്ടോ? ഫുഡ് കഴിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി പറഞ്ഞേ. എല്ലാ ജീവികളും ഫുഡ് കഴിക്കുകയാണോ? നമ്മുടെ പോലെ മൗത്തൊക്കെ ഉള്ള ഓർഗാനിസംസ് ഫുഡ് നമ്മൾ പിടിച്ച് കഴിക്കുന്നൊക്കെ ഉണ്ട്. അല്ലാത്ത ഓർഗാനിസം ഒക്കെ എങ്ങനെയാണ് ഈ ഫുഡ് കിട്ടുന്നത്? സോ ഇതൊക്കെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സോ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചല്ലേ. ഈ രണ്ട് ക്വസ്റ്റ്യന് എന്തെങ്കിലും ഒരു ലിങ്ക് ഉണ്ടോന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ രണ്ട് ചോദ്യങ്ങളും, അതായത് ബ്രീതിങ് ചെയ്യുന്നുണ്ട്. സോ എന്തിനാണ് ഈ ബ്രീതിങ്? അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും എനർജി വേണം, അതായത് ATPs വേണം. സോ ഇതൊക്കെ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ആവുന്നത്? സോ ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. ഈ ചോദ്യങ്ങളൊക്കെ ലിങ്ക് ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ ലിങ്ക് ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാനിവിടെ സംസാരിക്കണ്ടേ അല്ലെ? അത് ആ രണ്ട് ടോപ്പിക്കും ഒരുമിച്ച് ഞാൻ എന്തിനാ സംസാരിക്കണ്ടേ? റൈറ്റ്. സോ ഇത് രണ്ടിനും ഒരു വലിയ കണക്ഷൻ ഉണ്ട്. എന്താണ് കണക്ഷന്? സി, നമ്മൾ ബ്രീത് ചെയ്യുന്നില്ലേ, ആ ബ്രീത് ചെയ്യുന്ന ആ ഓക്സിജൻ വെച്ചിട്ട് ഫുഡിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ATP മോളിക്യൂളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ബ്രീത് ചെയ്യുന്ന ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, നമ്മൾ ബ്രീത് ചെയ്യുമ്പോൾ ഓക്സിജൻ ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. ആ ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മോളിക്യൂളിനെ സ്പ്ലിറ്റ് ചെയ്ത്, അതായത് ഓക്സിഡേഷൻ ചെയ്തിട്ട് സ്മോളർ പാർട്ടിക്കിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ അങ്ങനെ സ്മോളർ പീസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എനർജി കിട്ടും. ഓക്കെ, എനർജി കിട്ടും. സോ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. യെസ്, ക്ലിയർ ആയോ? ഓക്കെ. സോ നമുക്കറിയാം ഓക്സിഡേഷൻ ഓഫ് ദി ഫുഡ്, അതാണ് നമുക്ക് എനർജിനെ കിട്ടുന്നത്. എനർജി നമുക്ക്
എടുക്കുന്നത്, നമ്മൾ എനർജി അതിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്, റൈറ്റ്? സോ എന്നാൽ പിന്നെ ഈ ഫുഡ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ഫുഡ് എന്താണ് നമുക്ക്? ഏതാണ് നമ്മുടെ ഫുഡ്? സി, ഗ്രീൻ പ്ലാന്റ്സും അതുപോലെ തന്നെ സയനോബാക്ടീരിയ. സോ ഈ രണ്ട് ഓർഗാനിസം എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തിട്ടാണ്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തിട്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്? ഫുഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഫുഡ് ഇൻ ദ ഫോം ഓഫ് ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്, റൈറ്റ്? സോ ഇത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആരാണ്? ഗ്രീൻ പ്ലാന്റ്സും അതുപോലെ തന്നെ സയനോബാക്ടീരിയയും ആണ്. അല്ലാത്ത ഓർഗാനിസംസ് ഒക്കെ എന്താ ചെയ്യുന്നത്? സോ ഈ ഗ്രീൻ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലേ? സോ ഈ ഗ്രീൻ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗ്ലൂക്കോസിനെ നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്കൊക്കെ എനർജി കിട്ടുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പ്ലാന്റിനെ ഡയറക്റ്റ് ആയിട്ട് കഴിക്കുന്ന ഓർഗാനിസംസ് ഉണ്ട്. അവരെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെർബിവോർസ്. സോ പ്ലാന്റിൽ നിന്നും ഷുഗർ എവിടെ എത്തി? ഹെർബിവോർസിലെത്തി. ഹെർബിവോർസ് ആ എനർജീനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ചില ഓർഗാനിസംസ്, ചില ആനിമൽസ് ഒക്കെ എന്ത് ചെയ്യും? ഹെർബിവോർസിനെ കഴിക്കും. ഇൻഡയറക്റ്റ് ആയിട്ട് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഇൻഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറയാം? ആനിമൽസ് എന്ത് ചെയ്യും? ഹെർബിവോർസിനെ കഴിക്കും. ഹെർബിവോർസ് എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലാന്റിനെ കഴിച്ചിട്ടുണ്ട്, അല്ലെ? സോ പ്ലാന്റിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? എനർജി ഇവിടത്തേക്ക് വന്നിട്ടുണ്ട്. ഈ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആനിമൽസിലേക്ക് എത്തുന്നുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർണിവോർസ്. അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? കാർണിവോർസ് എന്ന് വിളിക്കും. സോ പിന്നെ സാപ്രോഫൈറ്റ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഈ സാപ്രോഫൈറ്റ്സ് എന്ത് ചെയ്യും? സാപ്രോഫൈറ്റിക് ബാക്ടീരിയ, മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാവും. ആ എല്ലാ ഓർഗാനിസമും ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസമിന്, അതായത് ഏത് ജീവി ചത്തുപോയിട്ടുണ്ടെങ്കിലും അതിലെന്തുണ്ടാവും? ഓർഗാനിക് മെറ്റീരിയൽ ഉണ്ടാവും. ആ ഓർഗാനിക് മെറ്റീരിയലിനെ കഴിച്ചിട്ടാണ് സാപ്രോഫൈറ്റ്സ് എനർജീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലാന്റ്സ് കഴിക്കുന്ന ഓർഗാനിസമിനെ നമ്മൾ എന്തെന്ന് പറയും? ഹെർബിവോർസ് എന്ന് പറയും. അവർക്കൊക്കെ എനർജി എവിടുന്നാണ് കിട്ടുന്നത്? പ്ലാന്റിൽ നിന്ന്. സോ അനിമൽസ്, ഹെർബിവോർസിനെ കഴിക്കുന്ന അനിമൽസ്, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർണിവോർസ്. ആ കാർണിവോർസിന് നമുക്ക്, അതായത് ഹ്യൂമൻ ബീയിങ്സും അതുപോലെ തന്നെ ഇത് നമ്മളൊക്കെ ഓംനിവോർസ്, അല്ലേ? സോ നമ്മൾ പ്ലാന്റിനെയും കഴിക്കും, അതുപോലെ തന്നെ ചില ആനിമൽസിനും കഴിക്കും. പക്ഷെ കംപ്ലീറ്റ്ലി കാർണിവോർസ് എന്ത് ചെയ്യും? സോ വെറും വേറെ ഏതെങ്കിലും ജീവികളെയാണ്, ഹെർബിവോർസിനെ മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓർഗാനിസമിന് എങ്ങനെയാണ് ഈ ഒരു എനർജി കിട്ടുന്നത്? പ്ലാന്റിൽ നിന്നും ഹെർബിവോർസിലേക്ക് പോയിട്ടുള്ള ആ ഒരു എനർജി എവിടെ എത്തും? അനിമൽസിലെത്തും, റൈറ്റ്? സോ ഇങ്ങനെയാണ് എനർജി ഒരു സൈഡിൽ നിന്നും ഇങ്ങനൊരു സൈഡിലേക്ക് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്, റൈറ്റ്? ഓക്കെ, എന്നാൽ പിന്നെ നമുക്കറിയുന്ന വിധം ഗ്രീൻ പ്ലാന്റ്സ് ഒക്കെ എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസ് ചെയ്തിട്ട് ഫുഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഗ്രീൻ പാർട്ടിൽ മാത്രമാണ്. ഗ്രീൻ കളർ എവിടെയുണ്ടോ അവിടെ മാത്രമാണ് ഫോട്ടോസിന്തസിസ് ചെയ്യുക. ഓക്കെ, എന്നാൽ പിന്നെ ഈ റൂട്ട്, ബ്രാഞ്ചസ്, സ്റ്റെം, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. റൂട്ട്, ബ്രാഞ്ചസ്, സ്റ്റെം വിട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ റീജിയനും ബ്രൗൺ കളറിലൊക്കെയാണ് ഉള്ളത്, അല്ലെ? സോ ആ റീജിയനിലെല്ലാം നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ഗ്രീൻ കളർ കാണാൻ പറ്റില്ല, അല്ലെ? സോ ഗ്രീൻ കളർ ഇല്ല അവിടെ. ഗ്രീൻ കളർ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ടോ? ഇല്ല, റൈറ്റ്? സോ ഫോട്ടോസിന്തസിസ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലോറോഫിൽ പിഗ്മെന്റ് ഉണ്ടാവണം. ക്ലോറോഫിൽ പിഗ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഗ്രീൻ കളർ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഗ്രീൻ കളർ ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലോറോഫിൽ പിഗ്മെന്റ് ഇല്ല. ക്ലോറോഫിൽ പിഗ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. അപ്പോൾ റൂട്ട്, ബ്രാഞ്ചസ്, സ്റ്റെം, ഇവർക്കൊക്കെ ആരാണ് ഫുഡ് കൊടുക്കുന്നത്? സോ ഈ റീജിയനിലേക്കൊക്കെ ഫുഡ് ട്രാൻസ്ലൊക്കേറ്റ് ആയിട്ട്, അതായത് ലീഫിൽ നിന്നും ഫുഡ് ട്രാൻസ്പോർട്ട് ആയിട്ട് ഈ ഭാഗങ്ങൾക്കൊക്കെ വന്നിട്ടാണ് ഫുഡ് എത്തുന്നത്. അപ്പോൾ അവരും എന്ത് ചെയ്യണം? ഓക്സിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യണം. ഓക്സിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ATP അല്ലെങ്കിൽ എനർജീനെ പ്രൊഡ്യൂസ് ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ?
യെസ്. സോ ഇങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും എനർജി കിട്ടുന്നത്. സോ നമ്മളെല്ലാവരും ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ആരെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഫോട്ടോസിന്തസിസ് അല്ലെ? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലെ? ഫോട്ടോസിന്തസിസിലൂടെ എന്താവുന്നുണ്ട്? എനർജി പ്രൊഡക്ഷൻ ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ആവുന്നുണ്ട്. ആ ഗ്ലൂക്കോസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ആരാണ്? അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി, സോ ദാറ്റ് ഈസ് സൺലൈറ്റ് ആണ് നമ്മുടെ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി. ഓക്കെ, മനസ്സിലായോ? യെസ്. ഓക്കെ, എന്നാ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു തുടങ്ങാം. റൈറ്റ്? ഓക്കെ. സോ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ കുറച്ച് ഡെഫിനേഷൻ നമ്മൾ പഠിക്കണം. ഓക്കെ, സെല്ലുലാർ റെസ്പിറേഷൻ എന്താണ്? ഈ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the mechanism of breakdown of food materials within the cell and release energy. Okay, so the mechanism of breakdown of food material within the cell to release energy and trapping this energy for ATP synthesis. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മോളിക്യൂള് സ്മോളർ പീസസ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. അങ്ങനെ കൺവേർട്ട് ആവുമ്പോൾ എനർജി റിലീസ് ആവുന്നുണ്ട്. ആ എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ATP സിന്തസിസ് ആവുന്നുണ്ട്. എന്താവുന്നുണ്ട്? ATP സിന്തസിസ് ആവുന്നുണ്ട്. സോ ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻ ആണ്. ഓക്കെ, സോ സെല്ലുലാർ റെസ്പിറേഷൻ. ഓക്കെ, യെസ്. സോ ഫോട്ടോസിന്തസിസ് എവിടെയാണ് സംഭവിക്കുക? ഫോട്ടോസിന്തസിസ് എന്താണ് ഈ ഫോട്ടോസിന്തസിസ്? എനർജീനെ ക്യാപ്ചർ ചെയ്തിട്ട് സൺലൈറ്റിനെ ക്യാപ്ചർ ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡും വാട്ടറും വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലോറോഫിൽ പിഗ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതെവിടെയാണ് നടക്കുക? ഏത് റീജിയനിലാണ് നടക്കുക? ക്ലോറോപ്ലാസ്റ്റ് അല്ലെ? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഓർഗനലിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുക. റൈറ്റ്? അതുപോലെ തന്നെ ATP പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷൻ. ഓക്കെ, ATP പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷൻ എവിടെയാണ് സംഭവിക്കുക? ഏത് റീജിയനിലാണ് സംഭവിക്കുക? സോ ദാറ്റ് ഈസ് ഇൻ മൈറ്റോകോൺട്രിയ. എവിടെയാണ്? മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന പ്ലേസിലാണ്, ആ ഒരു ഓർഗനലിലാണ് സെല്ലുലാർ റെസ്പിറേഷൻ ആവുക. അവിടെയാണ് ATP പ്രൊഡക്ഷൻ ആവുക. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് പവർ ഹൗസ് ഓഫ് ദി സെൽ. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പവർ ഹൗസ് ഓഫ് ദി സെൽ. എന്താണ് ഈ ATP? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ATP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. സോ ഇറ്റ് ആക്ട് ആസ് എനർജി കറൻസി ഓഫ് ദി സെൽ. സോ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? എനർജി കറൻസി ഓഫ് ദി സെൽ. ഓക്കെ, എനർജി കറൻസി ഓഫ് ദി സെൽ എന്ന് നമ്മൾ വിളിക്കും. സോ ATP ഈസ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അതിന് നമ്മൾ ATP അതായത് എനർജി കറൻസി ഓഫ് ദി സെൽ എന്ന് വിളിക്കും. യെസ്. ഓക്കെ, അതുകൂടാതെ കുറച്ച് ഡെഫിനേഷൻ കൂടെ നമ്മളിവിടെ പഠിക്കണം. സോ ദാറ്റ് ഈസ് റെസ്പിറേഷൻ. എന്താണ് ഈ റെസ്പിറേഷൻ? വാട്ട് യു മീൻ ബൈ റെസ്പിറേഷൻ? ബ്രേക്കിംഗ് കാർബൺ ബോണ്ട് ഓഫ് കോംപ്ലക്സ് molecule through oxidation within the cell and release energy. Okay, so carbon atomന്റെ നടുവിലുള്ള ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട്, സോ കാർബൺ ബോണ്ട് ബ്രേക്ക് ആക്കിയിട്ട് അവിടെ ഇത് സെല്ലിനകത്താണ്. സോ ഇതൊരു സെല്ലിനകത്താണ് സംഭവിക്കുന്നുള്ളത്. ഓക്കെ, ദിസ് ഇസ് സെൽ. ഈ സെല്ലിനകത്ത് കാർബൺ അതായത് ഫുഡ് മോളിക്യൂളിന്റെ ഉള്ളിലുള്ള കാർബന്റെ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് ATP
അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? റെസ്പിറേഷൻ എന്ന് വിളിക്കും. സോ ദാറ്റ് ഈസ് കോൾഡ് റെസ്പിറേഷൻ. ഓക്കെ, റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. What do you mean by respiratory substrate? So the compound that are oxidized during this process. Okay, so the compound that are oxidized during the respiration process. Okay, during the respiration process is known as, so production alla process. Okay, so process is known as respiratory substrate. Usually ആരൊക്കെ ആയിരിക്കും? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, ആരൊക്കെയാണ് ഈ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്? കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് ആണ് മെയിൻ ആയിട്ടുള്ള ആള്, കാർബോഹൈഡ്രേറ്റ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രോട്ടീന്, ഓക്കെ, ലിപ്പിഡ്സ്, ഓക്കെ, ഓർഗാനിക് ആസിഡ്സ്, ഇതൊക്കെ എന്താണ്? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആണ്. ഈ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ബ്രേക്ക് ഡൗൺ ആവുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എനർജി കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എന്നാ പിന്നെ നമുക്ക് പ്ലാന്റിലെത്താം. സോ ഇതുവരെ നമ്മൾ കുറേ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ പിന്നെ നമുക്ക് പ്ലാന്റിലെത്താം. പ്ലാന്റ് ബ്രീത് ചെയ്യുമോ? പ്ലാന്റ് റിയലി ബ്രീത് ചെയ്യുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. യെസ്, ബ്രീത് ചെയ്യോ? യെസ് അല്ലേ? സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിനൊരു ലങ്സ് പോലെയുള്ള ഒരു സ്ട്രക്ചർ ഒന്നും ഇല്ല, എങ്കിൽ പോലും ഗ്യാസസ് എക്സ്ചേഞ്ച് സംഭവിക്കുന്നുണ്ട് അല്ലേ? സോ പ്ലാന്റ് റിക്വയർ ഓക്സിജൻ ഫോർ respiration, അതായത് cellular respiration, yes, to occur and release carbon dioxide. So ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സോ ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ബ്രീതിങ് അല്ലെ? പ്ലാന്റും ബ്രീത് ചെയ്യുന്നുണ്ട്. സോ ഈ ഗ്യാസസ് എക്സ്ചേഞ്ച് എങ്ങനെയാണ് നടക്കുന്നത്? സോ പ്ലാന്റ് എക്സ്ചേഞ്ച് ദിയർ gases. Plant exchange gases through എങ്ങനെയാണ്? There are two important structure. ആ സ്ട്രക്ചർ ആണ് ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ആ സ്ട്രക്ചർ ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞേ. വൺ ഈസ് സ്റ്റൊമാറ്റ. ഒരാള് സ്റ്റൊമാറ്റോ ആണ്. രണ്ടാമത്തെ ആള് ലെന്റിസെൽസ്. കേട്ടിട്ടുണ്ടോ? ലെന്റിസെൽസും സ്റ്റൊമാറ്റോയും കേട്ടിട്ടുണ്ടോ? സോ ഈ രണ്ട് സ്ട്രക്ചർ ആണ് ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പറഞ്ഞേ, ഇവിടെ ഈ പ്ലാന്റും ബ്രീത് ചെയ്യുന്നില്ലേ? അപ്പൊ പിന്നെ നമ്മളെ പോലെ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലങ്സും റെസ്പിറേറ്ററി ട്രാക്കും ഒക്കെ വേണ്ടേ? എന്തുകൊണ്ടാണ് അവിടെ മാത്രം, പ്ലാന്റിൽ മാത്രം ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, സോ വൈ പ്ലാന്റ് do not have specialized respiratory organ. Okay, respiratory organ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? Because first thing is each part take care of its own gas exchange. Each part, എല്ലാ പാർട്ടും, each part take care of its own gas exchange. Okay, so ആ റീജിയനിൽ ഏതൊക്കെ റീജിയനിലാണോ പ്ലാന്റ് ആവശ്യമുള്ളത്, ഏതൊക്കെ റീജിയനിൽ ആ ഒരു ഓർഗൻ അതായത് ടിഷ്യൂസ് ഉണ്ട്, ആ ടിഷ്യൂ തന്നെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു പ്ലേസിൽ നിന്നും ഇനിയൊരു പ്ലേസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വലുതായിട്ട് വരുന്നില്ല.
ഓക്കെ. സോ പ്ലാന്റിൽ വലുതായിട്ട് ഇപ്പം നമുക്കൊക്കെ ആണെങ്കിൽ ലങ്സിൽ നിന്ന് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡിക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഓക്സിജൻ എത്തിക്കണം. സോ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹാർട്ട് ഉള്ളതും അതുപോലെ തന്നെ നമ്മുടെ ലങ്സ് ഒക്കെ ഉള്ളത് ഡയറക്റ്റ് ആയിട്ട് സർഫേസിലേക്ക് ടച്ച് ആവുന്നത് പോലെ ഇല്ല അല്ലെ. സോ ബോഡി, അതായത് ആ ഓർഗൻസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ടച്ച് ആവുന്നത് പോലെ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, ഒരു സ്പെഷ്യലൈസ്ഡ് ഓർഗൻ വേണം. ആ ഓർഗൻ ആണ് ഇവിടെ എല്ലാ ഭാഗത്തിലേക്കും ഓക്സിജൻ എത്തിക്കുന്നത്. ഓക്കെ. സോ അതുകൊണ്ടാണ് നമുക്കൊക്കെ എന്ത് വേണ്ടത്, സ്പെഷ്യലൈസ്ഡ് ഓർഗൻ വേണ്ടത്. പക്ഷേ പ്ലാന്റിൽ ഈച്ച് പാർട്ടും ആൾമോസ്റ്റ് സർഫേസ് ഏരിയയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തിന്റെ ആവശ്യമില്ല, ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറുടെ ആവശ്യമില്ല. So second point adana, there is no so all plants part are nearly to the surface. All plant part are near to the surface. സോ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ചോദിക്കാല്ലേ, അപ്പോൾ പിന്നെ ബൾക്കി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയോ, അവർക്കും ഡയറക്റ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് കോണ്ടാക്ട് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലെന്റിസെൽസ് എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ. ലെന്റിസെൽസ്, അതായത് ബാർക്കിന്റെ ആ ഭാഗത്ത് ഒരു സ്മോൾ ഗ്യാപ്പ് ഉണ്ടാവും. ത്രൂ ദാറ്റ് ഗ്യാപ്പ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കും. സോ ദാറ്റ് ഈസ് ലെന്റിസെൽസ്. ഓക്കെ, ലെന്റിസെൽസ് ഉണ്ട്. അതുകൊണ്ടാണ് ബൾക്കി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ത്രൂ ലെന്റിസെൽസ് ആണ്. ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്താണ്, no great demand for gas exchange. So എല്ലാ ഭാഗത്തിലും സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഭാഗം ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ പാർട്ടിലും ഓക്സിജൻ വളരെ എസെൻഷ്യൽ ആണെന്നൊന്നുമില്ല. ലീഫിൽ മാത്രമാണ്, ലീഫിൽ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ ഗ്യാസസ് എക്സ്ചേഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കിയുള്ള എല്ലാ റീജിയനിലും അത്ര വലുതായിട്ട് ആരും ഓക്സിജനെ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഓക്സിജൻ വളരെ എസെൻഷ്യൽ ആണ്, പക്ഷെ എന്നാൽ പോലും വളരെ ഡിമാൻഡ് ഒന്നുമില്ല. നമ്മുടെ ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർഗാനിസംസിനെ പോലെ അത്രയ്ക്ക് ഡിമാൻഡ് ഒന്നുമില്ല. സോ അതുകൊണ്ടാണ്, ഈ 3 കാരണം ഉള്ളത് കൊണ്ടാണ് പ്ലാന്റിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓർഗൻ ഇല്ലാത്തത്. ഓക്കെ, ക്ലിയർ? യെസ്. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് കംപ്ലീറ്റ് കമ്പഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നോക്കാം. ഓക്കെ, കംപ്ലീറ്റ് കമ്പഷൻ. സോ നമ്മൾ കഴിക്കുന്ന ഫുഡ് യൂഷ്വലി എന്താണ്, ഗ്ലൂക്കോസ് ആണ് അല്ലെ. സോ ആ ഗ്ലൂക്കോസ് കംപ്ലീറ്റ് കമ്പഷൻ ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോ നമുക്ക് നോക്കാം. കാർബൺ ഡയോക്സൈഡ്, സോ അതായത് നമ്മുടെ ഗ്ലൂക്കോസ് C6H12O6 അത് ഓക്സിജന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് എനർജി. സോ ഡയറക്ട്ലി ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിൽ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഫോട്ടോസിന്തസിസിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഫോട്ടോസിന്തസിസ് കഴിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് മോളിക്യൂൾ കിട്ടുന്നുണ്ടായിരുന്നു അല്ലെ. ദാറ്റ് മീൻസ് ഇത് രണ്ടും കമ്പൈൻ ആയിട്ടാണ്. കമ്പൈൻ ആവുമ്പോൾ ബോണ്ട് മേക്കിംഗ് ആണ് സംഭവിക്കുന്നത്. ബോണ്ട് മേക്കിംഗ് ആവുമ്പോൾ എനർജി ATP ഈസ് യൂട്ടിലൈസ്ഡ്. ഓക്കെ, അത് ഈ ATP അല്ലെങ്കിൽ ഈ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇവിടെ ATP എന്ന് എഴുതണ്ട, നമുക്ക് എനർജി എന്ന് എഴുതാം. ഓക്കെ, സോ എനർജി എന്ന് എഴുതാം. സോ ഈ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? സൺലൈറ്റിൽ നിന്നും. ഓക്കെ, സൺലൈറ്റിൽ നിന്നും എനർജീനെ ട്രാപ്പ് ചെയ്തിട്ട് ഇവിടെ രണ്ടിനും ഒരുമിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റുന്നുണ്ട്. സോ ഇതിന്റെ അപ്പോസിറ്റ് ആണ് റെസ്പിറേഷൻ. സോ ദിസ് ഈസ് അവർ റെസ്പിറേഷൻ അല്ലെ. ഈ റെസ്പിറേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾ ഓക്സിജനും വെച്ചിട്ട് ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സ്പ്ലിറ്റ് ആവുകയാണ്. ഓക്കെ, സ്പ്ലിറ്റ് ആവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എനർജി റിലീസ് ആവുന്നുണ്ട്. ആ എനർജീനെ ATP ആയിട്ട് കൺവേർട്ട് ചെയ്ത് എടുത്ത് വെക്കുകയാണ്.
ഓക്കെ, നമ്മുടെ ബോഡിയൊക്കെ ATP ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എടുത്തു വെക്കുകയാണ്. ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. യെസ്, സോ ഓക്സിഡേഷൻ ഓഫ് ഫുഡ് ഈസ് നോട്ട് വൺ സ്റ്റെപ്പ് പ്രോസസ്. ഓക്സിഡേഷൻ of food is not one step process. ഇത് ഒരു സ്റ്റെപ്പ് പ്രോസസ് ഒന്നും അല്ല, കുറച്ച് വലിയ പ്രോസസ്സാണ്. സോ ഇവിടെ ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുക. സോ ഇവിടെ ഒരുപാട് എൻസൈംസിൻ്റെയും ആവശ്യമുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് വൈസ് പ്രോസസ് controlled by an enzyme. ഓക്കെ, സോ ഒരുപാട് എൻസൈംസിന്റെ ആവശ്യമുണ്ട്. ആ എൻസൈമും വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നുള്ളത്, ഈ ഒരു കംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. സോ ആ കംപ്ലീറ്റ് കമ്പഷൻ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, കംപ്ലീറ്റ് എനർജി കിട്ടുള്ളൂ. ഓക്കെ, സോ അതെങ്ങനെയൊക്കെയാണ് സംഭവിക്കുക നമുക്ക് നോക്കാം. There are two types of organism. Okay, there are two types of organism. സോ ഏതൊക്കെയാണ് ആ ഓർഗാനിസം? ബേസ്ഡ് ഓൺ ദി റെസ്പിറേഷൻ. ഓക്കെ, സോ 2 ടൈപ്പ് ഓഫ് ഓർഗാനിസം ഉണ്ട്. ഒരെണ്ണത്തിന് നമ്മൾ പറയുന്നത് ഏറോബിക് ഓർഗാനിസം, രണ്ടാമത്തേത് എനറോബിക്. ഓക്കെ, എനറോബിക്. ഓക്കെ, സോ ഏറോബിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ ഈസ് നീഡഡ്. ഓക്കെ, ഓക്സിജൻ ഉള്ളിടത്ത് മാത്രമേ ആ ഒരു ഓർഗാനിസം വളരുള്ളൂ. ഓക്കെ, അതിന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഓക്സിജന്റെ ആവശ്യമുണ്ട്. എനറോബിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജന്റെ ആവശ്യമില്ല. ഓക്കെ, ഓക്സിജൻ ഇല്ല എന്നുണ്ടെങ്കിലും ആ ഒരു ഓർഗാനിസം വളരും. ഓക്കെ, ഇതിന്റെ ബേസിസിൽ തന്നെ നമ്മുടെ ഓക്സിഡേഷൻ എന്ന പ്രോസസ്സും 2 സ്റ്റെപ്പാണുള്ളത്. ഓക്സിഡേഷൻ എന്ന കംപ്ലീറ്റ് കമ്പഷൻ നമ്മൾ പറയുന്നില്ലേ, ആ ഒരു പ്രോസസ്സിന് 2 സ്റ്റെപ്പാണുള്ളത്. സെയിം ഏറോബിക്കും അതുപോലെ തന്നെ എനറോബിക്കും. സോ ഏറോബിക് എന്ന് പറയുമ്പോൾ ഏറോബിക് ഓർഗാനിസംസ് ഗ്ലൈക്കോളിസിസ് ചെയ്യും. അതുപോലെ തന്നെ വേറെയും ഒരുപാട്, അതായത് ക്രെബ്സ് സൈക്കിൾ എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ഉണ്ട്. ഇതെല്ലാം ചെയ്തിട്ടാണ് കംപ്ലീറ്റ് കമ്പഷൻ ആയിട്ട് എന്ത് കിട്ടുന്നത്, ATP മോളിക്യൂൾ കിട്ടുന്നത്. അതുപോലെ തന്നെ എനറോബിക് റെസ്പിറേഷനിൽ ആ ഓർഗാനിസം എന്ത് ചെയ്യും, ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ചെയ്യും. സോ ഗ്ലൈക്കോളിസിന്റെ എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് പൈറുവിക് ആസിഡ്, അതായത് കംപ്ലീറ്റ് കമ്പഷൻ നടക്കുന്നില്ല ഇവിടെ. സോ കംപ്ലീറ്റ് കമ്പഷൻ നടക്കുന്നില്ല ഇവിടെ, ഒരു പാർഷ്യൽ കമ്പഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ആൻഡ് കുറച്ച് ATP മോളിക്യൂൾ. സോ ഏറോബിക്കില് ഗ്ലൈക്കോളിസിസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു ഞാൻ പറഞ്ഞു, ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു സൈക്കിളും കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് കമ്പഷൻ ചെയ്തിട്ട് ഈ ഒരു അതായത് നമ്മുടെ ഗ്ലൂക്കോസ് മോളിക്യൂളിനെ കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറ്റുന്നുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് കമ്പഷൻ ആയി, അവിടെ കംപ്ലീറ്റ് സ്പ്ലിറ്റിംഗ് ആയി. പക്ഷെ ഇവിടെ ഗ്ലൈക്കോളിസിസിൽ എന്താണ് എനറോബിക്കിൽ എന്താ സംഭവിക്കുന്നുള്ളത്, ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ അത് പാതി മാത്രമേ, അല്ലെങ്കിൽ പാർഷ്യൽ കമ്പഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഓക്കെ, പിന്നെ സംഭവിക്കുന്നത് ആൽക്കഹോൾ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷനും ആണ്. അത് നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ റെഡിയാണോ? നമുക്ക് ഗ്ലൈക്കോളിസിസ് എന്ന പരിപാടി അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് നമുക്കൊന്ന് പഠിച്ചാലോ? യെസ്, ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഗ്ലൈക്കോളിസിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഗ്ലൈക്കോളിസിസ്? ഓക്കെ, സോ ഗ്ലൈക്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോസ്. ഓക്കെ, അതുപോലെ തന്നെ ലൈസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റിംഗ്. ഓക്കെ, സോ ഗ്ലൂക്കോസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഗ്ലൈക്കോളിസിസ്. ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ഇൻടു പൈറുവിക് ആസിഡ്. ബ്രേക്ക് ഡൗൺ ഓഫ് glucose into pyruvic acid. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. സോ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡ് ആണ്. ഓക്കെ, സോ ഗ്ലൈക്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ആണ്, ലൈസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റിംഗ്. ഓക്കെ, വേർഡ് യെസ്. ഓക്കെ, സ്പ്ലിറ്റിംഗ് എന്നാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നുള്ളത്, ഗ്ലൂക്കോസ് സ്പ്ലിറ്റ് ആയിട്ട് പൈറുവിക് ആസിഡ് ആയിട്ട് നമുക്ക് കിട്ടും. സോ ഈ ഒരു പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് 3 സയന്റിസ്റ്റ് ആണ്. സോ അത് ഗസ്റ്റവ്
എംഡൻ, ഓക്കെ, ഗസ്റ്റവ് എംഡൻ. അതുപോലെ തന്നെ ഓട്ടോ മേയർഹോഫ്, ഓക്കെ. അതുപോലെ തന്നെ ജെ പർനാസ്. സോ ഈ 3 സയന്റിസ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ നിന്ന് നോക്കുക, EMP. സോ ഗസ്റ്റവ് എംഡനും ഓട്ടോ മേയർഹോഫും ജെ പർനാസും ഈ 3 സയന്റിസ്റ്റ് ആണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പേര്, അതായത് EMP പാത്വേ, ഈ ഒരു പ്രോസസ്സിനെ EMP പാത്വേ എന്നും പറയും. ഓക്കെ, ക്ലിയർ ആയോ? സോ ഈ പ്ലാന്റിന് എങ്ങനെയാണ് ഈ ഒരു ഗ്ലൂക്കോസ് കിട്ടുക? ഫോട്ടോസിന്തസിസ് എന്ന പരിപാടിയിൽ അല്ലെ. സോ സുക്രോസ്, അതായത് ഫോട്ടോസിന്തസിസിലൂടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആയി മാറിയിട്ടുണ്ടാവും. ഈ ഗ്ലൂക്കോസ് പ്ലാന്റിന്റെ ഉള്ളിൽ സുക്രോസ് ആയിട്ടാണ് എന്താവുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, സോ സുക്രോസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. സോ സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽ സുക്രോസ് ആണ്. യെസ്. സോ ഈ സുക്രോസ് ആദ്യം എന്താവണം, സുക്രോസ് എന്തായി മാറണം, ഇൻവെർട്ടേസ്, അതായത് ഇൻവേർട്ട് റിയാക്ഷൻ ചെയ്തിട്ട് ഇൻവെർട്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ സഹായത്തിലൂടെ ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ആയിട്ട് മാറുന്നുണ്ട്. സുക്രോസ് ഇൻവെർട്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ സഹായത്തിലൂടെ ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഗ്ലൂക്കോസ് ആണ് ഫർദർ സ്പ്ലിറ്റ് ആയിട്ട് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. സോ എങ്ങനെയാണ് ഈ ഗ്ലൂക്കോസ് സ്പ്ലിറ്റ് ആവുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളിവിടെ എഴുതുകയാണ് ഗ്ലൂക്കോസ്. ഓക്കെ, ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസ് ഫസ്റ്റ് എന്താണ് ചെയ്യുന്നുള്ളത്, ഹെക്സോകൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ സഹായത്തിലൂടെ എക്സോകൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ സഹായത്തിലൂടെ ഫോസ്ഫോറിലേഷൻ ചെയ്യുകയാണ്. ഫോസ്ഫോറിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഫോസ്ഫോറിലേഷൻ ചെയ്യുന്നുണ്ട്. ഫോസ്ഫോറിലേഷൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് 6th പൊസിഷനിലാണ്, ഗ്ലൂക്കോസിന്റെ 6th പൊസിഷനിലാണ് ഈ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ആവുന്നുള്ളത്. ഓക്കെ, സോ അതിന് നമ്മൾ എന്തെന്ന് പറയും, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയും. ഓക്കെ, സോ ഇവിടെ ഒരു എനർജി യൂട്ടിലൈസ് ആവുന്നുണ്ട്. യൂട്ടിലൈസ് ആവുന്നുണ്ട്. സോ ATP മോളിക്യൂൾ ADP മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. സോ എനർജി യൂട്ടിലൈസ്. ആക്ച്വലി ഗ്ലൈക്കോളിസിസ് എന്ന് പറയുമ്പോൾ എനർജി പ്രൊഡക്ഷൻ അല്ല ചെയ്യുന്നത്, പക്ഷെ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത്, എനർജിനെ യൂട്ടിലൈസ് ചെയ്യുകയാണ്. ഓക്കെ, എനർജിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെയും രണ്ടാമത്തെ സ്റ്റെപ്പില് ഇതെന്താവുന്നുണ്ട്, ഒരു ചെറിയ മാറ്റം വരുന്നുണ്ട്. ഓക്കെ, ഒരു ചെറിയ മാറ്റം. ആ മാറ്റം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐസോമെറിസം, അതായത് ഗ്ലൂക്കോസിന് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റി, ഗ്ലൂക്കോസിനെ ചെറുതായിട്ട് മാറ്റി. ഓക്കെ, സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം, ആ എൻസൈമിന് നമുക്ക് കുറച്ച് കളർ മാറ്റാം അല്ലെ, എൻസൈംസിനൊക്കെ കളർ മാറ്റാം. സോ ഐസോമറേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഹെൽപ്പ് ചെയ്തിട്ട് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റി. ഓക്കെ, സോ അത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് പിന്നെയും ആരാണ് ഈ ഹെക്സോകൈനേസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോസ്ഫോറിലേഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫോസ്ഫോറിലേസ് എൻസൈം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഫോസ്ഫോറിലേസ് എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെയും കൂടെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെന്തായി മാറി, ഫ്രക്ടോസ് 1,6 ഫോസ്ഫേറ്റ് ബൈഫോസ്ഫേറ്റ്. ഓക്കെ, 1,6 ബൈഫോസ്ഫേറ്റ് ആയി മാറുന്നുണ്ട്. എന്തായി മാറുന്നുണ്ട്, 1,6 ബൈഫോസ്ഫേറ്റ്. സോ 2 ഫോസ്ഫേറ്റ് ഇവിടെ ആഡ് ആയി. സോ അഡീഷൻ ആവണ ഒരു ഫോസ്ഫോറിലേഷൻ ഇവിടെ ആവുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുക, അവിടെ ADP ആയിട്ട് മാറുന്നുണ്ട്. ATP എന്തായി മാറുന്നുണ്ട്, ADP ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, യെസ്.
ഇത് കഴിഞ്ഞതിന് ശേഷമാണ് സ്പ്ലിറ്റിംഗ് തുടങ്ങുക. ഓക്കെ, സോ ഇവിടെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതുവരെയും 6 കാർബൺ ആറ്റം, ഇത് 6 കാർബൺ ആറ്റം ആണ്. സോ നമുക്ക് വൈറ്റ് എടുക്കാം അല്ലെ, അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ. ഇത് 6 കാർബൺ ആറ്റം ആണ്. സോ ഇതും 6 കാർബൺ ആറ്റം ആണ്, ഇതും 6 കാർബൺ ആറ്റം, ഇതും 6 കാർബൺ ആറ്റം. ഓക്കെ, സോ ഇത് കഴിഞ്ഞതിന് ശേഷം എന്താകുന്നുണ്ട്, 3 കാർബൺ ആറ്റം ഉള്ള 2 മോളിക്യൂൾ ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ 2 മോളിക്യൂൾ ഏതാ നമുക്ക് നോക്കാം അല്ലെ. സോ ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ്. ഓക്കെ, അസിറ്റോൺ ഫോസ്ഫേറ്റ്. യെസ്, അതുപോലെ തന്നെ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ട്. സോ ഇങ്ങനെ 2 മോളിക്യൂൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ഓൾസോ 3 കാർബൺ ആറ്റം. സോ ഇവിടെയും ഇത് 3 കാർബൺ ആറ്റം ആണ്, ഇതും 3 കാർബൺ ആറ്റം ആണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മളിവിടെ ആലോചിക്കേണ്ട ഇന്നൊരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീസ് 2 ആർ ഇന്റർ കൺവേർട്ടബിൾ. ഇത് രണ്ടും എന്താണ്, ഇന്റർ കൺവേർട്ടബിൾ. ഓക്കെ, സോ ഗ്ലിസറാൾഡിഹൈഡ് ഫർദർ സ്റ്റെപ്പ് നമുക്ക് തുടങ്ങുന്നത് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിൽ നിന്നാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. ഓക്കെ, സോ ഈ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത പരിപാടി എന്താണ്, ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെയും കൂടെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് ATPയിൽ നിന്നും കിട്ടുന്നതല്ല, അല്ലാതെ സൈറ്റോപ്ലാസമിൽ നിന്നും എടുക്കുന്ന ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. എടുത്തിട്ട് ഇത് എന്തായിട്ട് മാറുന്നുണ്ട്, 1,3 ബൈഫോസ്ഫോഗ്ലിസറേറ്റ് ആയി മാറുന്നുണ്ട്. ബൈഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. സോ ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു NADH2. ഓക്കെ, സോ NADനെ NADH2 ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് നമ്മൾ നന്നായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു പ്രോസസ്സാണ്. സോ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിന് ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റിനും കൂടെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 1,3 ബൈഫോസ്ഫോഗ്ലിസറേറ്റ് ആക്കി മാറ്റുന്നുണ്ട്. അവിടെ ഒരു NADH2 ആയിട്ട് റെഡ്യൂസ് ആവുന്നുണ്ട്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ നമുക്ക് നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്ത സ്റ്റെപ്പില് എഗെയിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. സോ 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. എഗെയിൻ ഇവിടെ ഒരു മോളിക്യൂള് സ്പ്ലിറ്റ് ആയി പോവുകയാണ്. സ്പ്ലിറ്റ് ആയി പോകുമ്പോൾ എന്താണ് സംഭവിക്കുക, ഒരു ATP മോളിക്യൂൾ പ്രൊഡ്യൂസ് ആവും. എന്താവും, ഒരു ATP മോളിക്യൂൾ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അതായത് ADP ഉള്ളത് എന്തായി മാറുന്നുണ്ട്, ATP ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അഗെയിൻ അടുത്ത സ്റ്റെപ്പ് എന്താ നമുക്ക് നോക്കാം. അടുത്ത സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുക, സി ഈ ഒരു 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ഉള്ളത് 2 ഫോസ്ഫോഗ്ലിസറേറ്റ്. സോ ഇവിടെ ചെറിയ ഒരു മാറ്റം മാത്രമേ വരുന്നുള്ളൂ. അതായത് മൂന്നാമത്തെ കാർബൺ ആറ്റമിന്റെ മുകളിലാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. അത് ഇവിടെ വരുമ്പോൾ 2ാമത്തെ കാർബൺ ആറ്റമിന്റെ മുകളിലായി മാറി. സോ അങ്ങനെ മാറുന്നുണ്ട്. അതിന് ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ അതും കഴിഞ്ഞതിന് ശേഷം ഈ 2 ഫോസ്ഫോഗ്ലിസറേറ്റ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് സോ എന്തായി മാറുന്നുണ്ട്, ഫോസ്ഫോഇനോൾ പൈറുവേറ്റ്. ഓക്കെ, ഫോസ്ഫോഇനോൾ പൈറുവേറ്റ്. ഇവിടെയും ഒരു എൻസൈമിന്റെ ആവശ്യമുണ്ട്. ആ എൻസൈം ഇനോലേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഓക്കെ, സോ ഈ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ഫൈനൽ സ്റ്റെപ്പാണ്. ആ ഫൈനൽ സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതാം. ഫൈനൽ സ്റ്റെപ്പായിട്ട് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് പിന്നെയും ഒരു സ്പ്ലിറ്റ് ആവുകയാണ്, മോളിക്യൂൾ സ്പ്ലിറ്റ് ആവുകയാണ്. ATP ആയിട്ട് കൺവേർട്ട് ആവുകയാണ്. അങ്ങനെ കൺവേർട്ട് ആയിട്ട് പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും, പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. യെസ്, ഓക്കെ, സോ ഈ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് പിന്നെയും സ്പ്ലിറ്റ് ആയിട്ട് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുകയാണ്.
ഓക്കെ, ഇവിടെയും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിമൂവ് ആവുന്നുണ്ട്. സോ ഇത് ഇത്ര ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? സി ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി മാറി, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയി മാറി, ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ആയി മാറി. ഈ ഇത്രയും സ്റ്റെപ്സിൽ 2 മോളിക്യൂൾ ഓഫ് ATP യൂട്ടിലൈസേഷൻ, 2 molecule of ATP utilized. ഓക്കെ, യൂട്ടിലൈസ് ആണ് ആവുന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം എന്താവുന്നുണ്ട്? ഈ ഒരു ഫ്രുക്ടോസ് മോളിക്യൂൾ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. 3 ആറ്റം ഉള്ള 2 മോളിക്യൂൾ ആയിട്ട് മാറുന്നുണ്ട്. അത് ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റും ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ആയിട്ടാണ് മാറുന്നുള്ളത്. ഇത് രണ്ടും ഇന്റർ കൺവേർട്ടബിൾ ആണ്. അതായത് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആണ് ഫർദർ സ്റ്റെപ്സ് ഒക്കെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റും പിന്നീട് എന്താവും? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. പിന്നെയും ആ ഒരു സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, സോ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ അറ്റാച്ച് ചെയ്തിട്ട് 1,3 ബൈഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അത് 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറും ബൈ റിമൂവിങ് 1 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഓക്കെ, സോ അവിടെ ഒരു ATP മോളിക്യൂൾ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ATP മോളിക്യൂൾ പ്രൊഡ്യൂസ് ആവുന്നത് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ടു പൈറുവിക് ആസിഡ് ആണ്. അപ്പോൾ ഇവിടെ 2 ATP മോളിക്യൂള് പ്രൊഡ്യൂസ് ആയി. ഓക്കെ, സോ ഇത് 2 സ്റ്റെപ്പ് ഉണ്ട്. അതായത് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂള് എന്താവുന്നുണ്ട്? ഈ ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം 2 മോളിക്യൂളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. 2 മോളിക്യൂളും ഫർദർ സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്തായിട്ട് മാറി? ഇത് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂള് 2 സ്റ്റെപ്പ് കൺവേർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് 2 ATP മോളിക്യൂൾ പ്രൊഡ്യൂസ് ആവുന്നുണ്ടെന്ന് പറയുമ്പോൾ ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് 4 ATP മോളിക്യൂൾ ആണ്. ഇൻടു 2 അല്ലെ? ഇൻടു 2. അപ്പോൾ 4 ATP മോളിക്യൂൾ ഇവിടെ പ്രൊഡ്യൂസ് ആയി. അതുകൂടാതെ 1 NADH2 എന്ന് പറയുന്നത് 3 ATP മോളിക്യൂളിന് ഈക്വലന്റ് ആണ്. ഓക്കെ, യെസ്, ഇത് ഇത്ര ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. ഓക്കെ, സോ ഇതിങ്ങനെയായിട്ട് കൺവേർട്ട് ആയി. എന്നാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാല്ലേ. എങ്ങനെയാണ് ATP പ്രൊഡ്യൂസ് ആയതും ATP റിലീസ് ആയതും ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. 1 ഗ്ലൂക്കോസ് മോളിക്യൂൾ സ്പ്ലിറ്റ് into 2 pyruvic acid. സോ ഒരു 6 കാർബൺ ആറ്റം ഉള്ള ഒരു ഗ്ലൂക്കോസ് മോളിക്യൂള് പൈറുവിക് ആസിഡ് 3 കാർബൺ ആറ്റം ആയിട്ടുള്ള പൈറുവിക് ആസിഡ് ആയിട്ട് 2 മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ 4 ATP ആണ് പ്രൊഡ്യൂസ് ആവുന്നത്. അതിൽ 2 ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ സ്റ്റെപ്സിൽ 2 ATP യൂട്ടിലൈസ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ആവുന്നത് നെറ്റായിട്ട്, അതായത് നെറ്റ് പ്രൊഡക്ഷൻ എത്രയാണ്? 2 ATP. 2 ATP മാത്രമേ പ്രൊഡ്യൂസ് ആവുന്നുള്ളൂ. സോ ദിസ് ഈസ് നെറ്റ് ഗെയിൻ. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? നെറ്റ് ഗെയിൻ എന്ന് പറയും. ഓക്കെ, സോ ഇനിയൊരു കാര്യം കൂടെ ഉണ്ടല്ലോ. ഇവിടെ ഇനിയൊരാളും കൂടെ ഉണ്ടല്ലോ. ആ ആളാരാണ്? 1 NADH2 കൂടെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട് അല്ലെ? 1 NADH2 കൂടെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. 1 NADH2 എന്ന് പറയുന്നത് 3 ATP മോളിക്യൂൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് 2 സ്റ്റെപ്പ് നടക്കുന്നില്ലേ? അതായത് ഈ ഒരു മോളിക്യൂളും 2 മോളിക്യൂളും ഫർദർ സ്റ്റെപ്സിനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ NADH2 2 ഇവിടെ പ്രൊഡ്യൂസ് ആയി അല്ലെ? 2 പ്രൊഡ്യൂസ് ആയി. അപ്പോൾ 2 NADH2 ആണ് ഒരു ഗ്ലൂക്കോസ് 1 ഗ്ലൂക്കോസ് സ്പ്ലിറ്റ് ആവുമ്പോൾ ഉണ്ടാവുന്നത് അല്ലെ? സോ അപ്പോൾ എത്രയാണ്? അപ്പോൾ 6 ATP അല്ലെ? 6 ATP. സോ അതുകൂടാതെ ഈ ഒരു 2 ATP ഉണ്ട് അല്ലെ? അപ്പോൾ
8 ATP മോളിക്യൂളാണ് 8 ATP മോളിക്യൂളാണ് ഗ്രോസ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. സോ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഫൈനലി ലാസ്റ്റിലാണ് നമ്മൾ പഠിക്കുന്നത്. എങ്ങനെയാണ് ഈ NADH2 ATP മോളിക്യൂളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റിൽ പഠിക്കുന്നത്. ഓക്കെ, സോ ഇപ്പം നമുക്ക് അറിയേണ്ട കാര്യം എന്താണ്? ഇവിടെ എത്ര നെറ്റ് ATP പ്രൊഡക്ഷനും എത്ര ഗ്രോസ് ATP പ്രൊഡക്ഷനും ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. നെറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ATP പ്രൊഡക്ഷൻ വെറും 2 എണ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈവൻ ദോ 4 ATP മോളിക്യൂൾ പ്രൊഡ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ പോലും 2 എണ്ണം ആൾറെഡി യൂട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ 2 എണ്ണം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ ആ 2 എണ്ണം ഉണ്ട്. അതല്ലാതെ 1 NADH2 യും പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. സോ ദറ്റ് ഈസ് ഈക്വൽ ടു 2 ATP മോളിക്യൂൾ. 2 സെറ്റ് പൈറുവിക് ആസിഡ് ആണ് പ്രൊഡ്യൂസ് ആവുന്നുള്ളത്. ദാറ്റ്സ് വൈ 6 ATP മോളിക്യൂൾ ആണ് ഇവിടെ പ്രൊഡ്യൂസ് ആവുന്നുള്ളത്. സോ ടുഗദർ 8 ATP മോളിക്യൂൾസ് ആണ് ഒരു ഗ്ലൂക്കോസ് ഗ്ലൈക്കോളിസിസ് ആവുമ്പോൾ നമുക്ക് കിട്ടുന്നത്. യെസ്, ഓക്കെ. അടുത്തത് നമ്മൾ പഠിക്കാനുള്ളത് അനറോബിക് റെസ്പിറേഷനിലെ രണ്ടാമത്തെ പാർട്ടാണ്. ദാറ്റ് ഈസ് ഫെർമെന്റേഷൻ. ഓക്കെ, ഫെർമെന്റേഷൻ. ഓക്കെ, എന്താണ് ഈ ഫെർമെന്റേഷൻ നമുക്ക് നോക്കാം. The incomplete oxidation of glucose is achieved under anaerobic condition. So അതിന് നമ്മൾ എന്ത് പറയും? ഫെർമെന്റേഷൻ എന്ന് പറയും. സോ the incomplete oxidation of glucose is achieved. So this is achieved under anaerobic, അതായത് ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷനിൽ. ഓക്കെ, ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷനിൽ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആവും. അവിടെ ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ഫെർമെന്റേഷൻ എന്ന്. ഓക്കെ, അനറോബിക് കണ്ടീഷൻ. സോ ഇവിടെ എന്താണ് സംഭവിക്കുക? പൈറുവിക് ആസിഡ്. ഓക്കെ, സോ ദിസ് ഇസ് പൈറുവിക് ആസിഡ്. പൈറുവിക് ആസിഡ് ഈസ് ഗ്ലൈക്കോളിസിസിന്റെ എൻഡ് പ്രോഡക്റ്റ് ആണ്. പൈറുവിക് ആസിഡ് സ്പ്ലിറ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡും പ്ലസ് എത്തനോൾ ആയിട്ട് മാറുകയാണ്. ഓക്കെ, പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും എത്തനോളും ആയിട്ടാണ് മാറുന്നുള്ളത്. സോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യെസ്, ഓക്കെ. സി നമ്മൾ ഇവിടെ എഴുതാം. ഗ്ലൂക്കോസ് സ്പ്ലിറ്റ് ആയിട്ട് എന്തായിട്ട് മാറി? 2 പൈറുവിക് ആസിഡ് ആയിട്ട് മാറി അല്ലെ. സോ 6 കാർബൺ ആറ്റം ഉള്ളത് 3 കാർബൺ ആറ്റം ആയിട്ടുള്ള പൈറുവിക് ആസിഡ് ആയിട്ട് 2 പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട് ബൈ എ പ്രോസസ് കോൾഡ് ഗ്ലൈക്കോളിസിസ് അല്ലെ. ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. സോ ദിസ് ഹാപ്പൻസ് ഇൻ സൈറ്റോപ്ലാസം അല്ലെ. ഓക്കെ, സോ ഇവിടെ എന്തൊക്കെയാണ് കിട്ടുന്നത്? നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? 1 ഈസ് 2 ATP മോളിക്യൂൾ പ്രൊഡക്ഷൻ ആവുന്നുണ്ട് അല്ലെ. സോ ബാക്കിയുള്ളതൊക്കെ യൂട്ടിലൈസ് ആയി പോകുന്നുണ്ട്. വെറും 2 ATP മോളിക്യൂൾ ആണ് നമുക്കിവിടെ പ്രൊഡ്യൂസ് ആയി കിട്ടുന്നുള്ളത്. അത് കൂടാതെ തന്നെ ഇനിയൊരെണ്ണം കൂടെ ആവുന്നുണ്ട് അല്ലെ. സോ ദാറ്റ് ഈസ് കോൾഡ് NADH2 ആയിട്ട് റെഡ്യൂസ് ആവുന്നുണ്ട്. സോ ഇത് രണ്ടുമാണ് നമുക്ക് ഈ പൈറുവിക് ആസിഡിൽ കിട്ടുന്നത് അല്ലെ. സോ ഈ പൈറുവിക് ആസിഡ് എന്ത് ചെയ്യും? നമ്മുടെ ഓർഗാനിസം ലൈക്ക് ഈസ്റ്റിനെ പോലെയൊക്കെയുള്ള ആ ഒരു ഓർഗാനിസമില് എന്തായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്? 2 മോളിക്യൂൾ ഓഫ് എത്തനോൾ ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. സോ ഇവിടെ ഒരു മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡും റിലീസ് ആവുന്നുണ്ട് അല്ലെ. സോ 3 മോളിക്യൂൾ ഉള്ള പൈറുവിക് ആസിഡ് ഇവിടെ റിലീസ് ആവുകയാണ്. അപ്പോൾ 1 മോളിക്യൂൾ ആണോ 2 മോളിക്യൂൾ ആണോ? 1 മോളിക്യൂൾ ആണോ 2 മോളിക്യൂൾ ആണോ? 2 മോളിക്യൂൾ അല്ലെ. 2 മോളിക്യൂൾ എന്ത് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്? 2 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, 2 കാർബൺ ഡൈ ഓക്സൈഡും റിലീസ് ആവുന്നുണ്ട്. സോ ഇത് നടക്കുന്നുള്ളത് ഏത് ഓർഗാനിസമിലാണ്? ഈസ്റ്റ്. ഓക്കെ, അതായത് നമ്മൾ ഈ ബിയറൊക്കെ അല്ലെങ്കിൽ വൈനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആ പ്രോസസ്സിൽ ഇതാണ് സംഭവിക്കുന്നത്. അതായത് പൈറുവിക് ആസിഡ് എത്തനോൾ ആയിട്ട് മാറുന്നുണ്ട്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡും റിലീസ് ആവുന്നുണ്ട്. ഓക്കെ, സോ അതിന് ഈ ഒരു പ്രോസസ്സ് നടക്കണം എന്നുണ്ടെങ്കിൽ എന്താവുന്നുണ്ട്? NADH2
എന്തായിട്ട് മാറുന്നുണ്ട്? NAD ആയിട്ട് മാറുന്നുണ്ട്. അതായത് ഇവിടെ പ്രൊഡ്യൂസ് ആയിട്ടുള്ള ആ ഒരു സംഭവം ഇവിടെ യൂട്ടിലൈസ് ആയിപ്പോയി. സോ ഇവിടെ ഒരു എൻസൈമിൻ്റെയും ആവശ്യമുണ്ട്, 2 എൻസൈമിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. ആ 2 എൻസൈമിൻ്റെ നെയിം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൈറുവിക് ആസിഡ് ഡീകാർബോക്സിലേസ്. സോ ഞാനിവിടെ എഴുതുകയാണ്, പൈറുവിക് ആസിഡ് ഡീകാർബോക്സിലേസ്. ഓക്കെ, അതുപോലെ തന്നെ ആൽക്കോഹോൾ ഡീഹൈഡ്രോജിനേസ്. സോ ഈ 2 എൻസൈംസ് ആണ് എന്തിനു വേണ്ടത്? ഈ ഒരു ഫെർമെന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ ആവശ്യമുള്ളത്. ഓക്കെ, ഈ 2 എൻസൈംസ് എന്ത് ചെയ്യുന്നുണ്ട്? പൈറുവിക് ആസിഡിനെ 2 molecule ഓഫ് എത്തനോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ ഇനിയൊരു കാര്യം കൂടെ ഇവിടെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിൽ സെൽസ് ഇല്ലേ, സോ മസിൽ സെൽസിന് ഇനഫ് എമൗണ്ട് ഓഫ് ഓക്സിജൻ കിട്ടാത്തപ്പോൾ അത് ലാക്റ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ഓക്കെ, ലാക്റ്റിക് ആസിഡ് is also 3 carbon atom, so that's why there is no carbon dioxide release. Okay, അത് മാത്രമല്ല ഈ ഒരു പ്രോസസ് ആവണമെന്നുണ്ടെങ്കിലും NADH2 യൂട്ടിലൈസ് ആവുകയാണ്. ഓക്കെ, NADH2 യൂട്ടിലൈസ് ആയിട്ട് NADനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഇവിടെ എനർജി കൺസപ്ഷൻ ആണ് ആവുന്നുള്ളത്, എനർജി റിലീസ് അല്ല, എനർജി കൺസ്യൂം ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഒരു എൻസൈം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലാക്ടേസ് ഡീഹൈഡ്രോജിനേസ് എൻസൈം ആണ് ആവശ്യമുള്ളത്. ഓക്കെ, സോ ഇത് മസിൽസിലാണ് നടക്കുന്നുള്ളത്. സോ ഈ മസിൽസിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അനറോബിക് കണ്ടീഷനിൽ ലാക്റ്റിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫെറ്റീഗ് ഉണ്ടാവും, അതായത് ഭയങ്കര തളർച്ച, നമുക്ക് കൂടുതൽ ദൂരം നടക്കാൻ പറ്റില്ല, കൂടുതൽ ദൂരം ഓടാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലാക്റ്റിക് ആസിഡ്, അതായത് ഓക്സിജൻ സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടാതെ ലാക്റ്റിക് ആസിഡ് ആയിട്ടാണ് കൺവേർട്ട് ആവുന്നുള്ളത്. അവിടെ യൂട്ടിലൈസ് ആവുന്ന എൻസൈം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലാക്ടോസ് ഡീഹൈഡ്രോജിനേസ് എൻസൈം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? സോ ദിസ് ഈസ് ഫെർമെന്റേഷൻ. സോ സെക്കൻഡ് സ്റ്റെപ്പ്, എനറോബിക് കണ്ടീഷനിൽ നടക്കുന്ന 2 സ്റ്റെപ്സ് ആണിത്. ഒന്ന് ഏതാണത്? ഫെർമെന്റേഷനും ഇനിയൊന്ന് ലാക്റ്റിക് ആസിഡ് ഫോർമേഷനും. എയ്റോബിക് റെസ്പിറേഷൻ. യെസ്, എയ്റോബിക് റെസ്പിറേഷൻ. സോ എന്താണ് എയ്റോബിക് റെസ്പിറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഉണ്ടാവുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? ഓക്കെ, സോ ഗ്ലൂക്കോസ് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്തിൽ ഓക്സിജനും കൂടെ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ആ ഒരു ഓർഗാനിസമിനകത്ത് നടക്കുക? സോ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗ്ലൈക്കോളിസിസ്. സോ ഗ്ലൈക്കോളിസിസ് അനറോബിക് കണ്ടീഷനിലും എയറോബിക് കണ്ടീഷനിലും ഉണ്ട്. സോ ഇവിടെ ഓക്സിജന്റെ ആവശ്യമില്ല എങ്കിൽ പോലും എയറോബിക് ബാക്ടീരിയ അല്ലെങ്കിൽ എയറോബിക് ഓർഗാനിസംസും ഗ്ലൈക്കോളിസിസ് ചെയ്യുന്നുണ്ട്. ഗ്ലൈക്കോളിസിസ് ചെയ്തിട്ട് പൈറുവിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ക്രെബ്സ് സൈക്കിൾ. സോ ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സോ ഈ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസമിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയലാണ്. ആൻഡ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഓക്കെ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഇത് സംഭവിക്കുന്നത് ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺഡ്രിയ. അവിടെയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഉണ്ടാവുക. ആൻഡ് ഫോർത്ത് വൺ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ അല്ലെങ്കിൽ ഫോസ്ഫോറിലേഷൻ. യെസ്, ഇത് F1 F0 ഈ ഒരു കോംപ്ലക്സിന്റെ ഉള്ളിലാണ്, അതായത് ഇന്നർ മെംബ്രെയിൻ. ഓക്കെ, സോ ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺഡ്രിയയിലാണ് ഇതും സംഭവിക്കുക, ഇന്നർ മെംബ്രെയിൻ.
സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എയറോബിക് റെസ്പിറേഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുള്ളത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പായ ക്രെബ്സ് സൈക്കിൾ, അതായത് ഗ്ലൈക്കോളിസിസ് നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞല്ലോ, റൈറ്റ്? സോ ഗ്ലൈക്കോളിസിസിൽ എന്താ സംഭവിക്കുക? ഗ്ലൂക്കോസ് സ്പ്ലിറ്റിംഗ് ഇൻടു പൈറുവിക് ആസിഡ്. സോ 2 മോളിക്യൂൾ ഓഫ് പൈറുവിക് ആസിഡ് പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്. സോ അതാണ് നമ്മൾ ഗ്ലൈക്കോളിസിസിൽ പഠിച്ചത്. അത് നമ്മൾ എല്ലാവരും കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പായ ക്രെബ്സ് സൈക്കിളിലേക്ക് എൻ്റർ ആവാം. ഓക്കെ, ക്രെബ്സ് സൈക്കിൾ. സോ ക്രെബ്സ് സൈക്കിൾ എന്ന പേര് സയന്റിസ്റ്റിന്റെ പേരാണ് ക്രെബ്സ്. സോ ക്രെബ് ആ ഒരു സയന്റിസ്റ്റ് ആണ് ഈ ഒരു സൈക്കിളിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ക്രെബ്സ് സൈക്കിൾ. ഇതിന് ഇനിയൊരു പേരും കൂടെ ഉണ്ട്. എന്താണ് ആ പേര്? ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. സോ TCA സൈക്കിൾ. TCA സൈക്കിൾ എന്നും വിളിക്കാം, അല്ലെങ്കിൽ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്നും വിളിക്കാം. സോ ഇത് എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്? ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് എന്തിനാണ് വിളിക്കുന്നത്? ബിക്കോസ് 3 കാർബൺ ആറ്റം ഉള്ള ഒരു മോളിക്യൂൾ, അതായത് സിട്രിക് ആസിഡ് ആണ് ഇവിടെ ഫസ്റ്റ് കാർബൺ ആറ്റം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേബിൾ കാർബൺ ആറ്റം ഏതാണ്? സിട്രിക് ആസിഡ് ആണ്. സോ ഇതിന് സിട്രിക് ആസിഡ് സൈക്കിൾ എന്നും വിളിക്കും, ട്രൈ കാർബോക്സിലിക് ആസിഡ് എന്നും വിളിക്കും, അല്ലെങ്കിൽ ക്രെബ്സ് സൈക്കിൾ എന്നും വിളിക്കും. ഓക്കെ, സോ ഇത് ഏത് വിളിച്ചിട്ടുണ്ടെങ്കിലും സെയിം തന്നെയാണ്. ഓക്കെ, സോ ഇവിടത്തെ ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് പൈറുവിക് ആസിഡ് പ്രൊഡ്യൂസ് ആയിട്ടുണ്ടാവില്ലേ, നമ്മുടെ പൈറുവിക് ആസിഡ് ആദ്യം ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അങ്ങ് നടത്തും. സോ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്തിട്ടാണ് ഫർദർ, അതായത് ക്രെബ്സ് സൈക്കിളിലേക്ക് എൻ്റർ ആവുന്നത്. സോ ആദ്യത്തെ സ്റ്റെപ്പ് ആയത് എന്താണ് ഇവിടെ സംഭവിക്കുക? ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾക്ക് എൻ്റർ ആവുന്നതിനേക്കാളും മുന്നേ പൈറുവിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്? പൈറുവിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡയോക്സൈഡിനെ റിലീസ് ചെയ്തുകൊണ്ട്, അതായത് ദിസ് ഈസ് 3 കാർബൺ ആറ്റം. സോ 3 കാർബൺ ആറ്റം ഉള്ള മോളിക്യൂൾ ആണ് പൈറുവിക് ആസിഡ്. അവിടെ നിന്ന് ഒരു കാർബൺ ആറ്റം റിമൂവ് ആയി പോയി ഇൻ ദ ഫോം ഓഫ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ 2 കാർബൺ ആറ്റമേ ഉള്ളൂ. 2 കാർബൺ ആറ്റം ഉള്ള ഒരു മോളിക്യൂൾ ആയിട്ട് മാറുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് അസിറ്റൈൽ കോഎൻസൈം എ, അസിറ്റൈൽ കോയെ. ഓക്കെ, അസിറ്റൈൽ കോയെ ആയിട്ട് മാറുന്നുണ്ട്. ദിസ് ഈസ് 2 കാർബൺ ആറ്റം. ഓക്കെ, 2 കാർബൺ ആറ്റം ഉള്ള ഒരു മോളിക്യൂൾ ആണ്. സോ ഇവിടെ ഒരു മോളിക്യൂൾ ഓഫ് NAD ഈസ് കൺവേർട്ടഡ് ഇൻടു NADH2. ഓക്കെ, പക്ഷേ ഈ ഒരു സ്റ്റെപ്പിനെ നമ്മൾ ക്രെബ്സ് സൈക്കിളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പിന് നമ്മൾ ക്രെബ്സ് സൈക്കിളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് കോൾഡ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. ഓക്കെ, ഇത് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. അതായത് ഗ്ലൈക്കോളിസിസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്രെബ്സ് സൈക്കിളിലേക്ക് എൻ്റർ ആവുന്നതിനേക്കാളും മുന്നേ ഒരു സ്റ്റെപ്പ് നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. അവിടെ പൈറുവിക് ആസിഡ് അസിറ്റൈൽ കോയെ ആയിട്ട് മാറുകയാണ് വിത്ത് ഒരു NAD റിഡക്ഷൻ ചെയ്തിട്ട് NADH2 ആയിട്ട് കൺവേർട്ട് ആവുകയാണ്. ആൻഡ് 1 മോളിക്യൂൾ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് റിമൂവ്ഡ്. യെസ്, സോ ഇത് ഇത്ര കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് പഠിക്കാം, അല്ലേ? സോ ദാറ്റ് ഈസ് ക്രെബ്സ് സൈക്കിൾ. കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ക്രെബ്സ് സൈക്കിൾ ആണ്. പക്ഷെ നമ്മൾ എപ്പോഴും ക്രെബ്സ് സൈക്കിൾ നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ എഴുതുകയാണ് എങ്കിൽ പോലും ആ ഒരു പ്രോസസ്സ് നമ്മൾ എനർജി മോളിക്യൂൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ക്രെബ്സ് സൈക്കിളിന്റെ മോളിക്യൂൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. യെസ്, ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം, അല്ലേ? പൈറുവിക് ആസിഡ് എന്തായിട്ട് മാറുന്നുണ്ട്? അസിറ്റൈൽ കോയെ, അല്ലെ? അസിറ്റൈൽ കോയെ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു റിലീസ് ആവുന്നത് നമുക്ക് പച്ച കളറിൽ കൊടുക്കാം. യെസ്, സോ കാർബൺ ഡയോക്സൈഡ് റിലീസ് ആവുന്നുണ്ട്. ആൻഡ് ഇവിടെ NADH2 ആയിട്ട് മാറുന്നുണ്ട്, റൈറ്റ്? സോ ഈ ഒരു അസിറ്റൈൽ കോയെ
ഓക്സാലോ അസിറ്റിക് ആസിഡിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? സിട്രിക് ആസിഡ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് സിട്രിക് ആസിഡ് സൈക്കിൾ. ഇതിനെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്നും വിളിക്കുക, ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്നും വിളിക്കുക. സോ ദിസ് ഇസ് 6 കാർബൺ ആറ്റം ഉള്ള ഒരു മോളിക്യൂൾ ആണ്. ഓക്കെ, സിട്രിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ഫോർ ദിസ് സിട്രേറ്റ് സിന്തട്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ ആവശ്യമുണ്ട്. സോ ഓക്സാലോ അസിറ്റിക് ആസിഡ് അസിറ്റൈൽ കോയെ എന്ന് പറയുന്ന ഒരു മോളിക്യൂളിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് സിട്രിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. Okay, this is 4 carbon atom, this is 2 carbon atom, so together 6 carbon atom ഉള്ള ഒരു molecule ആയിട്ട് മാറി. Okay, so അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഐസോസിട്രേറ്റ്. ഇതെന്താവുന്നുണ്ട്? സിട്രേറ്റ് എന്താവുന്നുണ്ട്? ഐസോസിട്രേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഒരു ചെറിയ മാറ്റം മാത്രം. ഓക്കെ, അതിന് വേണ്ട ഒരു എൻസൈമിന്റെ പേരാണ്, ദാറ്റ് ഈസ് ഐസോമറേസ് എൻസൈം ആണ് ആവശ്യം. ഓക്കെ, ഐസോസിട്രേറ്റ് ആയിട്ട് മാറിയിട്ടുള്ള ഈ ഒരു മോളിക്യൂൾ നെക്സ്റ്റ് എന്ത് റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്? ഇവിടെ റിഡക്ഷൻ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആയി മാറുന്നുണ്ട്. അങ്ങനെ മാറുമ്പോൾ ഇത് റെഡ്യൂസ് ആവുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. സോ റെഡ്യൂസ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും റിലീസായി, അതിന്റെ കൂടെ തന്നെ NADH2 ആയിട്ടും റെഡ്യൂസ് ആയി. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷമാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്? സക്സീനിക് കോയെ. ഓക്കെ, സക്സീനൈൽ കോയെ ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. സക്സീനൈൽ കോയെ ആയിട്ട് കൺവേർട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ചേഞ്ചസ് ഉണ്ടാവുക? സോ ഇവിടെ ഒരു കോയയും കൂടെ ആഡ് ആവുന്നുണ്ട് അല്ലേ. സോ ആ കോയെ നമുക്ക് എഴുതാം അല്ലേ. റൈറ്റ്. സോ ഹിയർ ഈസ് നമ്മുടെ കോയെ ഇവിടെ വന്ന് അറ്റാച്ച് ആയിട്ടാണ്, അതായത് ഇവിടെ നമുക്കിങ്ങനെ എഴുതാം, കോയെ വന്നിട്ട് അറ്റാച്ച് ആയിട്ട് സക്സൈനൈൽ കോയെ ആയിട്ട് മാറുന്നുള്ളത്. അത് മാത്രമല്ല ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ റിലീസ് ആവുന്നുണ്ട്. അതുകൂടാതെ NADH2 ആയിട്ടും കൺവേർട്ട് ആവുന്നുണ്ട്. ഓക്കെ, ഈ സക്സീനൈൽ കോയെ സക്സീനിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, സക്സീനിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. ഈ സക്സീനിക് ആസിഡ് ആയിട്ട് മാറുമ്പോഴും എന്താവുന്നുണ്ട്? ഒരു മോളിക്യൂൾ GTP ആയിട്ട് മാറുന്നുണ്ട്. GTPയും അത് ലേറ്റർ പ്രോസസ്സിൽ ATP ആയിട്ട് തന്നെ മാറുന്നുണ്ട്. ഓക്കെ, അടുത്തത് സക്സീനൈൽ കോയെ ഫ്യൂമറേറ്റ് ആയിട്ട്, ഓക്കെ, ഫ്യൂമറേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഈ ഫ്യൂമറേറ്റ് അഗൈൻ മാലൈറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഈ മാലൈറ്റ് നമ്മുടെ ഓക്സാലോ അസിറ്റിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിന്റെ ഇടയിലും നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്? NADH2 ആയിട്ട് മാറുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു റീജിയനിൽ, അതായത് ഫ്യൂമറേറ്റ് ആയിട്ട് മാറുന്നില്ലേ, ഈ ഒരു റീജിയനിലും റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ മോളിക്യൂളിന്റെ പേര് ചെറിയതായിട്ട് FADH2 ആയിട്ട്. ഓക്കെ, മോളിക്യൂൾ റെഡ്യൂസ് ആവുന്ന മോളിക്യൂൾ കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു ക്രെബ്സ് സൈക്കിൾ. സോ ഇവിടെ എന്താണ് സംഭവിച്ചത് ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. അതായത് ഓക്സിഡേറ്റീവ് കാർബോക്സിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ പൈറുവിക് ആസിഡ് അസിറ്റൈൽ കോയെ ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ഓക്കെ, അവിടെ ഒരു മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ NADH2 ആയിട്ട് കൺവേർട്ട് ആയി. ഓക്കെ, സോ ഈ അസിറ്റൈൽ കോയെ ഓക്സാലോ അസിറ്റിക് ആസിഡിന്റെ കൂടെ കമ്പൈൻ ആവും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിട്രേറ്റ് സിന്തട്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഹെൽപ്പ് ചെയ്തിട്ട് സിട്രിക് ആസിഡ് ആയിട്ട് മാറും. ഹെൻസ് ദിസ് സൈക്കിൾ ഈസ് ഓൾസോ നോൺ ആസ് സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്നും പറയും. ബിക്കോസ് ഫസ്റ്റ് കാർബൺ ആറ്റം ഫോംഡ് ഈസ് സിട്രിക് ആസിഡ്. ഓക്കെ, സോ ഈ സിട്രിക് ആസിഡ് ഐസോമറൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലൂടെ ഐസോസിട്രേറ്റ് ആയിട്ട് മാറുന്നുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഐസോമറേസ് എൻസൈം. ഓക്കെ, ഈ ഐസോസിട്രേറ്റ് പിന്നെയും
ഡീകാർബോക്സിലേഷൻ ആവുകയാണ്. സോ ഈ ഡീകാർബോക്സിലേഷൻ ആവുന്ന ആ പ്രോസസ്സിൽ NADH2 ആയിട്ട് റെഡ്യൂസ് ആവുന്നുണ്ട്. റെഡ്യൂസ് ആയിട്ട് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് എഗെയിൻ ഡീകാർബോക്സിലേഷൻ ചെയ്യുകയാണ്. സോ ഇവിടെ നമുക്ക് 5 കാർബൺ ആറ്റമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ വരുമ്പോൾ 4 കാർബൺ ആറ്റം ഉള്ള ഒരു മോളിക്യൂൾ ആയിട്ട് മാറി. അഗെയിൻ ഇതെന്താവുന്നുണ്ട്, പിന്നെയും ഒരു ഡീകാർബോക്സിലേഷൻ ആണ് ചെയ്യുന്നുള്ളത്. പക്ഷേ ഇവിടെ കോയെ എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ ആവശ്യമുണ്ട്. അതിനെ കമ്പൈൻ ചെയ്യുന്നുണ്ട്. അതിനെ കമ്പൈൻ ചെയ്തിട്ട് സക്സീനൈൽ കോയെ ആയിട്ട് കൺവേർട്ട് ആവുകയാണ്. ആൻഡ് ഇവിടെയും ഒരു റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. NADH2 ആയിട്ട് കൺവേർട്ട് ആയി. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം സക്സീനൈൽ കോയെ സക്സീനിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. സോ ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. അവിടെയും ATP പ്രൊഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം സക്സീനിക് ആസിഡ് ഫ്യൂമറേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ആ ഫ്യൂമറേറ്റ് ആയിട്ട് മാറുമ്പോൾ ഇവിടെയും റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. പക്ഷേ റെഡ്യൂസ് ആവുന്ന മോളിക്യൂൾ ഇസ് ഡിഫറെന്റ്. ഓക്കെ, സോ ഇവിടെ NADH2 ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. അഗെയിൻ ഫ്യൂമറേറ്റ് മാലേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. മാലേറ്റ് പിന്നെയും ഓക്സാലോ അസിറ്റിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. സോ ദീസ് ആർ ഓൾ 4 കാർബൺ ആറ്റം. സോ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നില്ല, ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് കാണാം, ഡീകാർബോക്സിലേഷൻ കാണാൻ പറ്റുന്നില്ല അല്ലെ. സോ ഇവിടെ ഒന്നും ഡീകാർബോക്സിലേഷൻ ഇല്ല. 1 ഡീകാർബോക്സിലേഷൻ ഇവിടെ സംഭവിച്ചു. ഓക്കെ, ഒരു ഡീകാർബോക്സിലേഷൻ ഇവിടെ സംഭവിച്ചു. ആൻഡ് ഫസ്റ്റ് തന്നെ ഒരു ഡീകാർബോക്സിലേഷനും സംഭവിച്ചിട്ടുണ്ട്. അതായത് പൈറുവിക് ആസിഡിലുള്ള 3 കാർബൺ ആറ്റമും റിമൂവ് ആയിരിക്കുകയാണ് അല്ലെ. പൈറുവിക് ആസിഡിലുള്ള 3 കാർബൺ ആറ്റമും റിമൂവ് ആയിരിക്കുകയാണ്. യെസ്, സോ ദിസ് ഈസ് കോൾഡ് എന്തെന്ന് പറയൂ, ഇതിനെ ക്രബ്സ് സൈക്കിൾ എന്ന് പറയും. സോ എല്ലാവർക്കും ക്ലിയർ ആയോ? ഞാൻ ഒന്നുകൂടെ പറയണോ? സോ നമുക്ക് ഒന്നുകൂടെ പഠിക്കാം അല്ലെ. സോ പൈറുവിക് ആസിഡ് അസിറ്റൈൽ കോയെ ആയിട്ട് മാറുന്നുണ്ട് ബൈ ദ ഹെൽപ്പ് ഓഫ് ആൻ പ്രോസസ് കോൾഡ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ മെത്തഡ്. സോ അസിറ്റൈൽ കോയെ ഓക്സാലോ അസിറ്റിക് ആസിഡിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് സിട്രിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എൻസൈം കോൾഡ് സിട്രേറ്റ് സിന്തറ്റേസ്. സോ അത് കഴിഞ്ഞതിന് ശേഷം സിട്രിക് ആസിഡ് 6 കാർബൺ ആറ്റം ഉള്ള ഒരു മോളിക്യൂൾ ആണ്. അത് ഐസോസിട്രേറ്റ് ആയിട്ട് ഐസോമറിസം ആയിട്ട് ആവുന്നുണ്ട്. ഐസോമറീസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഐസോസിട്രേറ്റ് പിന്നെ എന്താവുന്നുണ്ട്, ഡീകാർബോക്സിലേഷൻ. സോ ഒരു മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുന്നുണ്ട്. അവിടെ റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് NADH2 ആയിട്ട് റെഡ്യൂസ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആൽഫ കീറ്റോ ഗ്ലിറ്ററേറ്റ് ആയിട്ടാണ് ഈ ഒരു മോളിക്യൂൾ കൺവേർട്ട് ആവുക. അത് പിന്നെയും റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. സക്സീനിക് കോയെ ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സക്സീനിക് ആസിഡ്, ഫ്യൂമറേറ്റ്, മാലേറ്റ് ആൻഡ് അഗെയിൻ ഓക്സാലോ അസിറ്റിക് ആസിഡ്. സോ ഇതാണ് നമ്മുടെ ക്രബ്സ് സൈക്കിൾ. ഓക്കെ, ഈ ക്രബ്സ് സൈക്കിളിനെ നമുക്ക് എങ്ങനെയാണ് ഓർത്ത് വെക്കാൻ പറ്റുക എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇത്രയും വലിയ റിയാക്ഷൻ ആണ്, ഇത് എങ്ങനെയാണ് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ദിസ് ഇസ് C അല്ലേ, ഇത് I, ഇതെന്താണ്, ഇത് K അല്ലേ. സോ ദിസ് ഈസ് S ആൻഡ് ഹിയർ ഓൾസോ S, F, M, O. ഓക്കെ, സോ ഇതില് SS ആയതിനു ശേഷം നമുക്ക് O ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊന്നും കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സോ ഇതിനെ നമുക്കൊരു ഈസി ആയിട്ടുള്ള ഒരു സെന്റൻസ് ആക്കി മാറ്റാം. സോ ദാറ്റ് ഈസ് സി I know some simple formula making option. Okay, see, I know some simple formula making option. So ഈ ഒരു സെന്റൻസ് നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് എല്ലാ മോളിക്യൂൾസിനും, അതായത് സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുന്ന സൈക്കിളിൽ ഏതൊക്കെ സ്റ്റെപ്സ് എങ്ങനെയൊക്കെയാണ് അങ്ങനെ ഒരു പ്രോപ്പറായിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. യെസ്, ഓക്കെ. എന്നാൽ പിന്നെ നമുക്ക് ഇവിടുത്തെ എനർജി കൺസപ്ഷനും എനർജി റിലീസും എങ്ങനെയാണ്, ഏതൊക്കെയാണ് സംഭവിക്കുന്നുള്ളത്, എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ക്രെബ്സ് സൈക്കിളിനകത്ത്, ഓക്കെ, ക്രെബ്സ് സൈക്കിളിനകത്ത് 3 NADH2 ആണ് പ്രൊഡ്യൂസ് ആവുന്നുള്ളത്. ഓക്കെ, 3 NADH2. സി,
ഒരു NADH2 ഇവിടെ ഉണ്ട്, വൺ ഈസ് ഹിയർ ആൻഡ് അനദർ വൺ ഈസ് ഹിയർ. 3 NADH2 ആണ് പ്രൊഡ്യൂസ് ആവുന്നുള്ളത്. സോ ദാറ്റ് മീൻസ് ഒരു NADH2ന് 3 ATP മോളിക്യൂൾ ആണ്, എന്നാൽ പിന്നെ 3 NADH2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9 ATP മോളിക്യൂൾ ആണ്. യെസ്, അത് കഴിഞ്ഞതിന് ശേഷം വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് റിഡക്ഷൻ ആവുന്നത്. സോ ദാറ്റ് ഈസ് FADH2 അല്ലെ. FADH2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോ 2, അതായത് 1 FADH2 പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. FADH2. സോ ഒരു FADH2 2 ATP മോളിക്യൂളിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. സോ 2 എണ്ണമായി. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഒരേ ഒരു ATP മോളിക്യൂൾ അല്ലെ, ഒരേ ഒരു ATP മോളിക്യൂൾ ഇവിടെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. നമുക്ക് അതും എഴുതാം, 1 ATP. സോ ടുഗദർ ആയിട്ട് ഇത് എത്രയായി? 12 ATP. ഒരു ക്രെബ് സൈക്കിളിൽ 12 ATP മോളിക്യൂൾ ആണ് പ്രൊഡ്യൂസ് ആവുക. പക്ഷേ ക്രെബ് സൈക്കിൾ, അതായത് പൈറുവിക് ആസിഡ് എന്ന് പറയുന്നത് 2 പൈറുവിക്, ഒരു ഗ്ലൈക്കോളിസിസ് 2 പൈറുവിക് ആസിഡിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ 2 പൈറുവിക് ആസിഡും ക്രെബ് സൈക്കിളിനെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂള് ഈക്വൽ ടു 2 ക്രെബ് സൈക്കിൾ അല്ലെ. അപ്പോൾ 12 ATP എന്ന് പറയുന്നത് ഇൻറ്റു 2 ആക്കണ്ടേ. അതായത് നമുക്ക് 6 NADH2 ആണ് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ സ്പ്ലിറ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുക. ദാറ്റ് മീൻസ് എത്രയാണ്? 18 ATP. അതുപോലെ തന്നെ 2 FADH2 ആണ് പ്രൊഡ്യൂസ് ആവുക. ദാറ്റ് മീൻസ് എത്ര? 4 ATP, റൈറ്റ്. അതുപോലെ തന്നെ 2 ATP അല്ലെ, 2 ATP. സോ ടുഗദർ ഇറ്റ് ഈസ് എത്രയായി? 24 ATP ആണ് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ സ്പ്ലിറ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുക. സോ നമ്മൾ നന്നായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു ക്രെബ് സൈക്കിളിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 12 ATP മാത്രമാണ്. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ സ്പ്ലിറ്റ് ആകുമ്പോൾ ക്രെബ് സൈക്കിളിൽ എത്ര ATP പ്രൊഡക്ഷൻ ആവും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 24 ATP ആണ്. ഓക്കെ, യെസ്. സോ അതുകൂടാതെ തന്നെ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ നടക്കുന്നില്ലേ? യെസ്. സോ അതായത് പൈറുവിക് ആസിഡ് അസിറ്റൈൽ CoA ആയിട്ട് കൺവേർട്ട് ആവുന്ന ആ ഒരു പ്രോസസ്സിൽ നമുക്ക് 1 NADH2 പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് 3 ATP മോളിക്യൂൾ അവിടെയും പ്രൊഡ്യൂസ് ആയി കിട്ടുന്നുണ്ട്. യെസ്, ക്ലിയർ ആയോ? യെസ്. സോ this happens അതായത് 1 NADH2 in 1 പൈറുവിക് ആസിഡ് അല്ലെ, ഇൻറ്റു 2 ആക്കണ്ടേ നമ്മൾ. അതായത് 2 പൈറുവിക് ആസിഡ് അല്ലെ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ പ്രൊഡ്യൂസ് ആവുന്നുള്ളത്. ദാറ്റ് മീൻസ് എത്രയായി? 6 ATP മോളിക്യൂൾ ആണ്. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനിൽ 6 ATP മോളിക്യൂൾ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഗ്ലൈക്കോലിസിസിൽ 6 ATP മോളിക്യൂൾ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ആൻഡ് നമ്മുടെ ക്രെബ് സൈക്കിളിൽ 24 ATP ആണ് പ്രൊഡ്യൂസ് ആവുന്നുള്ളത്. യെസ്, ഓക്കെ. എന്നാൽ പിന്നെ അടുത്ത പ്രോസസ് നമുക്ക് നോക്കാം അല്ലെ. എന്താണ് അടുത്ത പ്രോസസ്സ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. സോ ഇത് സംഭവിക്കുന്നുള്ളത് നമ്മുടെ മൈറ്റോകോൺട്രിയലാണ്. ഓക്കെ, മൈറ്റോകോൺട്രിയന്റെ മാട്രിക്സിനകത്താണ് നമുക്ക് ക്രെബ് സൈക്കിൾ കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഉണ്ടാവും. ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ. സോ ഇന്നർ മെംബ്രെയിൻ നമുക്ക് വരച്ചെടുക്കാം അല്ലെ. സോ ഇന്നർ മെംബ്രെയിൻ ഹാവിംഗ് മെനി ഇൻഫോൾഡിംഗ് ദാറ്റ് ഈസ് കോൾഡ് ക്രിസ്റ്റേ. ആ ക്രിസ്റ്റേ ഇങ്ങനെ നമുക്ക് വരച്ചു കൊടുക്കാം. സോ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ റീജനെ മാത്രം, സോ ഇങ്ങനെ ഏതെങ്കിലും ഒരു കുഞ്ഞു പെർട്ടിക്കുലർ റീജനെ മാത്രം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. സോ ഈ ഒരു പെർട്ടിക്കുലർ റീജനെ മാത്രം, അതായത് ദിസ് ഈസ് ഔട്ടർ മെംബ്രെയിൻ, ദിസ് ഈസ് ഇന്നർ മെംബ്രെയിൻ, ഇത് നടുക്കുള്ളത് this is inner membrane, this is intermembrane space. So ഇത് ഇത്ര റീജിയനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എൻലാർജ്ഡ് വ്യൂ ആയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ആ എൻലാർജ്ഡ് വ്യൂ നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് ഔട്ടർ മെംബ്രെയിൻ നമുക്ക് എഴുതാം അല്ലേ. സോ ദിസ് ഈസ്
outer membrane. Yes, so this is inner membrane. So ഇവിടെ നമുക്ക് കാണുന്നത് ഇത് നമുക്ക് കാണുന്നുള്ളത് inner membrane ആണ്. So this is inner membrane. Okay, so ഇതിന്റെ നടുക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്, so this is our intermembrane space. Intermembrane space. Yes, so outer membrane, inner membrane, intermembrane space ഉണ്ട്. Yes, so ഇവിടെ ഈ കാണിച്ചിരിക്കുന്നൊക്കെ എന്താണ്, ഈ റൗണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ that is integral protein. നിങ്ങൾ കേട്ടിട്ടില്ലേ, പ്ലാസ്മ മെംബ്രെയിനിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇന്റഗ്രൽ പ്രോട്ടീനും പെരിഫറൽ പ്രോട്ടീൻ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. സോ ഇവിടെ നമ്മൾ കാണുന്നത് ഇന്റഗ്രൽ പ്രോട്ടീൻസ് ആണ്. സം ഇന്റഗ്രൽ പ്രോട്ടീൻസ് ഇൻ ദി മൈറ്റോകോൺഡ്രിയ. ഓക്കെ, സോ ഇന്നർ മെംബ്രെയിൻ ഓഫ് ദി മൈറ്റോകോൺഡ്രിയ. സോ ദിസ് ഈസ് കോൾഡ് FMN. Okay, so this is FES, this is also FES, so this is QU, so UQ, and this is UQH2, so this is cytochrome B, so this is FES, UQ and UQH2 and cytochrome C1, cytochrome C and cytochrome A2, A3. So ഇത് ഇത്രയാണ് ഇന്റഗ്രൽ പ്രോട്ടീൻ, ഇന്നർ മെംബ്രെയിനിനകത്തുള്ള ഇന്റഗ്രൽ പ്രോട്ടീൻസ്. യെസ്, സോ ക്ലിയർ ആയല്ലോ. എന്നാൽ പിന്നെ നമുക്ക് പരിപാടി അങ്ങ് തുടങ്ങിയാലോ. നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നമുക്ക് പഠിച്ചാലോ. യെസ്, സി നമ്മുടെ NADH2 എന്ന് പറയുന്ന ഒരു മോളിക്യൂളില്ലേ, ആ മോളിക്യൂൾ അങ്ങ് സ്പ്ലിറ്റ് ആവും. സ്പ്ലിറ്റ് ആയിട്ട് NAD പ്ലസും അതുപോലെ തന്നെ 2 മോളിക്യൂൾ H പ്ലസും 2 H പ്ലസ് അയോൺസും അതുപോലെ തന്നെ 2 ഇലക്ട്രോണിനും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 ഇലക്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ 2 ഇലക്ട്രോൺസ്, സോ നമുക്ക് അതിനേക്കാളും മുന്നേ നമുക്കിവിടെ നമ്മുടെ ഇന്നർ മെംബ്രെയിനിലുള്ള പ്രോട്ടീനിനെ 4 കമ്പാർട്ട്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 4 കമ്പാർട്ട്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സി ദിസ് is complex 1, so this is complex 2. Yes, this is complex 3. Yes, okay, complex 3 ഇത് വരെ ഉണ്ട്. complex 3 and this is complex 4. Yes, so 4 കോംപ്ലക്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, റൈറ്റ്? ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സ്പ്ലിറ്റിംഗ് നമ്മൾ പഠിച്ചല്ലോ. സ്പ്ലിറ്റിംഗ് പഠിച്ചോ? യെസ്, സോ ആ സ്പ്ലിറ്റിംഗ് പഠിച്ചല്ലോ. ആ സ്പ്ലിറ്റിംഗ് പഠിച്ചതിൽ ഈ ഇലക്ട്രോണ് ഇന്നർ മെംബ്രെയിനിലേക്ക് ഡിഫ്യൂസ് ആയിട്ട് ഉള്ളിലേക്ക് കയറും. ഓക്കെ, സോ FMNലേക്ക് കയറിയിട്ട് എന്നിട്ട് FNSലേക്ക് ഇങ്ങനെ താഴോട്ട് വരികയാണ്. താഴോട്ട് വരുമ്പോൾ എന്താവുന്നുണ്ട്, എനർജി പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. സോ ഹയർ എനർജി ലെവലിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ എനർജി റിലീസ് ആവും. ആ എനർജി റിലീസ് ആവുമ്പോൾ ആ എനർജി എന്താവുന്നുണ്ട്, സി ഈ ഒരു H പ്ലസ് അയോണില്ലേ, H പ്ലസ് അയോണിന്. ഓക്കെ, സോ നമുക്ക് ഏത് കളർ എടുക്കാം? ഓക്കെ, ഗ്രീൻ കളർ എടുക്കുകയാണ് ഞാൻ. ഓക്കെ, സോ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഒരു H പ്ലസ് അയോണ് ഇങ്ങനെ പെട്ടെന്ന് ഡിഫ്യൂസ് ആയിട്ട് ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് ഡിഫ്യൂസ് ആയിട്ട് പുറത്തേക്ക് വരികയാണ്. ഓക്കെ, ക്ലിയർ ആയോ? യെസ്, സോ ഇവിടെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് ഇലക്ട്രോൺ റിലീസായി പുറത്തേക്ക് വന്നു. സോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും നമ്മുടെ ഇലക്ട്രോൺ ഇല്ലേ, ആ ഇലക്ട്രോണ് FASലൂടെ അതായത് UQലേക്ക് ഇറങ്ങി വന്നു. ആൻഡ് അഗൈൻ UQലിൽ നിന്നും UQH2ലേക്ക് ഇറങ്ങി വരികയാണ്. ഇവിടെയും എന്താവുന്നുണ്ട്, എനർജി റിലീസ് ആവുന്നുണ്ട്. ആ എനർജി എന്താവുന്നുണ്ട്, ഒരു H പ്ലസ് അയോണിന്. സോ H പ്ലസ് അയോണിന് എന്താകുന്നുണ്ട്, ഡിഫ്യൂസ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് വിടുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അഗൈൻ ഇവിടെ നിന്നും സൈറ്റോക്രോം കോംപ്ലക്സിലൂടെ FAS, അത് കഴിഞ്ഞിട്ട് UQ. സോ ഇവിടെയും എന്താവുന്നുണ്ട്,
ഇവിടെയും എനർജി പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ആ എനർജീനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന, അതായത് മാട്രിക്സ്, സോ ദിസ് ഈസ് മാട്രിക്സിൽ ഇരിക്കുന്ന H+ അയോണിന് 2 H+ അയോണിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് കടത്തിവിടുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇത് പിന്നെയും ഇങ്ങനെ വന്ന് സൈറ്റോക്രോം A2ലേക്ക് എൻ്റർ ആയിട്ട് ഇത് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇലക്ട്രോന് പിന്നെയും മാട്രിക്സിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മാട്രിക്സിലേക്ക് പോകുമ്പോൾ ഈ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഈ സൈറ്റോക്രോമിലൂടെ ഒക്കെ നടന്ന് വന്ന് അവശ്യമായിട്ട് വരുന്ന ഇലക്ട്രോണിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നേസന്റ് ഓക്സിജൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നേസന്റ് ഓക്സിജൻ അതായത് ഹാഫ് O2 വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഫോട്ടോലൈസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ റിലീസ് ആയിട്ടുണ്ടാവുന്ന ആ ഓക്സിജനൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ? സോ അതുപോലെ തന്നെ ഇവിടെയും എന്താവുന്നുണ്ട്, ആ ഒരു O2 മോളിക്യൂളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ O2 അതായത് ഹാഫ് O2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലി 1 ഓക്സിജൻ. ആ ഓക്സിജന് ഇലക്ട്രോൺ വന്ന ഉടനെ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് വരുന്ന ആ പ്രോട്ടോണിനെയും അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്കിതിനെ കുറച്ചുകൂടെ കളർഫുൾ ആക്കാം. ഇതും കമ്പൈനായി ആൻഡ് ഇതും കമ്പൈനായി, ഇത് ടുഗെദർ ആയിട്ട് ഒരു H2O മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ആവുകയാണ്. യെസ്, ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? യെസ്. സോ this is electron transport chain. So this is called electron transport chain. Outer membrane ആണിത്. So this is inner membrane and this is ഇവിടെ കാണുന്നത് intermembrane space. So മാട്രിക്സിലാണ് ക്രെബ് സൈക്കിൾ ഉണ്ടാവുക. ക്രെബ് സൈക്കിൾ കഴിഞ്ഞതിന് ശേഷം NADH2 പ്രൊഡ്യൂസ് ആവും. ആ NADH2 സ്പ്ലിറ്റ് ആയിട്ട് 2 ഇലക്ട്രോന് ഇന്നർ മെംബ്രെയിനിലുള്ള ഇന്റഗ്രൽ പ്രോട്ടീനിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു എനർജി ലെവലിൽ നിന്നും അടുത്ത എനർജി ലെവലിലേക്ക് പോകുമ്പോൾ ഒരു കോംപ്ലക്സിൽ നിന്നും ഇനിയൊരു കോംപ്ലക്സിലേക്ക് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എനർജി പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ആ എനർജീനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മാട്രിക്സിൽ നിന്നും പ്രോട്ടോണിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് തള്ളിവിടുകയാണ്. സോ അങ്ങനെ 3 ലെവലിൽ എന്താവുന്നുണ്ട്, സൈറ്റോക്രോം അതായത് കോംപ്ലക്സ് 1, കോംപ്ലക്സ് 2 ആൻഡ് കോംപ്ലക്സ് 3ലും എനർജി പ്രൊഡ്യൂസ് ആവുന്ന എല്ലാ എനർജീനെ പ്രോട്ടോണിനെ ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് തള്ളിവിടാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം സൈറ്റോക്രോം A3യിലേക്ക് വന്നതിന് ശേഷം ഈ ഇലക്ട്രോണ് എന്താവുന്നുണ്ട്, മാട്രിക്സിലേക്ക് റിലീസ് ആവുകയാണ്. അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹാഫ് O2 വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ റിസീവ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പ്രോട്ടോണും ഉണ്ടാവും. ആ പ്രോട്ടോണിനും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വാട്ടർ മോളിക്യൂളായിട്ട് അത് കൺവേർട്ട് ആവുകയാണ്. So this is electron transport system. So ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. Which is the final electron acceptor in electron transport chain? Electron transport chainലെ ഫൈനൽ മോളിക്യൂൾ ആരാണ്, അക്സെപ്റ്റ് ചെയ്യുന്നത് ആരാണ്? സൈറ്റോക്രോം A3 അല്ലെ, സൈറ്റോക്രോം A3 ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ. പക്ഷേ വിച്ച് ഈസ് ദി ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റാർ എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ, വിച്ച് ഈസ് ദി ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റാർ എന്ന് മാത്രം ചോദിക്കുകയാണ് ഇൻ ETC എന്ന് ചോദിക്കുന്നില്ല എങ്കിൽ നമ്മൾ എഴുതേണ്ട ഒരു ആൻസർ എന്താണ്? ആരാണ് ഫൈനൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഹാഫ് O2 ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വേർ ദ എനർജി ഈസ് റിലീസ്ഡ് ഇൻ വേർ ദി energy is released in ETC. സോ എവിടൊക്കെയാണ് ഈ എനർജി റിലീസ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റുക? അതായത് കോംപ്ലക്സ് 1, 2 and 3. 1, 2, 3ലാണ് എന്താവുന്നത്, ഈ ഒരു എനർജി റിലീസ് ആവുന്നത്. ആ എനർജിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, H+ അയോണിന്
ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പാസ് ചെയ്യുകയാണ്. യെസ്, ക്ലിയർ ആയോ? സോ ദിസ് ഈസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ക്രെബ്സ് സൈക്കിളിലും അതുപോലെ തന്നെ ഗ്ലൈക്കോളിസിസ് ഈ രണ്ട് പ്രോസസ്സിലും നമുക്ക് എ ടി പിയും അതുപോലെ തന്നെ ഇനിയൊരു മോളിക്യൂളും കൂടെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അതേതാണത്? റെഡ്യൂസിങ് മോളിക്യൂൾ അല്ലെ. അതേതാണത്? NADH2 എന്ന് പറയുന്ന ആ ഒരു മോളിക്യൂൾ പ്രൊഡ്യൂസ് ആവുന്നുണ്ട് അല്ലെ. ATP ഡയറക്റ്റ് ആയിട്ട് എനർജി കറൻസി ആണ്. സോ അത് ഡയറക്റ്റ് ആയിട്ട് ATP ആയിട്ട് തന്നെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. സോ നോ പ്രോബ്ലം. പക്ഷേ ഈ NADH2 എന്തായിട്ട് മാറും? ATP ആയിട്ട് മാറും. ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അത് അങ്ങനെ ആയി മാറുന്നതിനേക്കാളും മുന്നേ, അതായത് ATP ആയിട്ട് മാറുന്നതിനേക്കാളും മുന്നേ എന്തൊക്കെയാണ് സംഭവിക്കുക, അതാണ് നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ പഠിക്കുന്നത്. റൈറ്റ്? ഓക്കെ, സോ ഫസ്റ്റ് നമ്മുടെ NADH2 എന്ത് ചെയ്യും? NADH2 ഫസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഇലക്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യും, 2 H+ അയോൺ അതായത് പ്രോട്ടോണിനെ പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ NAD ആയിട്ട് മാറും. ഓക്കെ, അതിൽ ഈ ഇലക്ട്രോൺ ആണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ, അതായത് കോംപ്ലക്സ് 1, കോംപ്ലക്സ് 2, കോംപ്ലക്സ് 3, കോംപ്ലക്സ് 4 എന്ന് പറഞ്ഞിട്ട് 4 സെറ്റ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ, സോ ഇന്നർ മെംബ്രെയിൻ ഓഫ് ദി മൈറ്റോകോൺട്രിയൽ. ഓക്കെ, ഇന്നർ മെംബ്രെയിൻ ഓഫ് ദി മൈറ്റോകോൺട്രിയൽ കോംപ്ലക്സ് 1 ഉണ്ട്, കോംപ്ലക്സ് 2 ഉണ്ട്, കോംപ്ലക്സ് 3 ഉണ്ട്, കോംപ്ലക്സ് 4 എന്ന് പറഞ്ഞ 4 സെറ്റ് പ്രോട്ടീൻ ഉണ്ട്. ആ 4 സെറ്റ് പ്രോട്ടീനിൽ 1, 2, 3 3 പ്രോട്ടീനിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് ഈ ഇലക്ട്രോൺ പാസ് ചെയ്ത് പോകുമ്പോൾ എനർജീനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. എനർജീനെ റിലീസ് ചെയ്യുന്നുണ്ട്. ആ എനർജീനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ H+ അയോൺ എന്ത് ചെയ്യും? ഈസി ആയിട്ട് എന്ത് ചെയ്യും? ഈ മാട്രിക്സിൽ നിന്നും ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പാസ് ചെയ്യും. സോ അത് നമുക്ക് നോക്കാം. റൈറ്റ്? ഓക്കെ, സി ഇവിടെയാണ് നമ്മുടെ NADH2 സ്പ്ലിറ്റ് ആവുന്നത്. സ്പ്ലിറ്റ് ആയിട്ട് 2 ഇലക്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ, 2 H+ അയോണിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്? സോ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? സി ഇതാണ് നമ്മുടെ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. ഓക്കെ, ഇന്നർ മെംബ്രെയിൻ ഞാൻ എഴുതാം. സോ ദിസ് ഈസ് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. സോ ഇത് ഇന്റർ സെല്ലുലാർ സ്പേസ്. ഓക്കെ, സോ ദിസ് ഈസ് ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ഓക്കെ, സോ ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഔട്ടർ മെംബ്രെയിൻ. യെസ്, സോ ഇത് ഔട്ടർ മെംബ്രെയിൻ ഇവിടെയുണ്ട്, ഇന്റർ മെംബ്രെയിൻ സ്പേസ് ഇവിടെയുണ്ട്, ആൻഡ് ദിസ് ഈസ് ഇന്റർ മെംബ്രെയിൻ. റൈറ്റ്? സോ നമ്മുടെ ഇലക്ട്രോൺ റിലീസ്ഡ് ഫ്രം NADH2 ഇതിലുള്ള ഒരുപാട് മെംബ്രെയിനിലുള്ള ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. സി ദിസ് ഈസ് കോൾഡ് കോംപ്ലക്സ് 1, ദിസ് ഈസ് കോംപ്ലക്സ് 2, ആൻഡ് ദിസ് ഈസ് കോംപ്ലക്സ് 3, ആൻഡ് ദിസ് ഈസ് കോംപ്ലക്സ് 4. ഓക്കെ, സോ ഓരോ കോംപ്ലക്സിൽ നിന്നും ഇനിയൊരു കോംപ്ലക്സിലേക്ക് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ എനർജീനെ റിലീസ് ചെയ്യുന്നുണ്ട്. ആ എനർജീനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ H+ അയോൺ ഇവിടുന്ന് എങ്ങോട്ടേക്ക് എൻ്റർ ആവുന്നുണ്ട്? ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് എൻ്റർ ആവുന്നുണ്ട്. സോ ഇവിടെ ഒരെണ്ണം എൻ്റർ ആയി, അതുപോലെ തന്നെ സെക്കൻഡിൽ നിന്നും ഒരെണ്ണം എൻ്റർ ആയി, അതുപോലെ തന്നെ തേർഡിൽ നിന്നും ഒരു സെറ്റ് പ്രോട്ടോണ് എവിടത്തേക്ക് എൻ്റർ ആയി? ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് എൻ്റർ ആയി. അപ്പൊ പിന്നെ ഇവിടെ നിങ്ങൾ നോക്കിയേ, H+ അയോന്റെ കോൺസെൻട്രേഷൻ ഒന്ന് നോക്കിയേ. H+ അയോന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയുണ്ട്? H+ അയോന്റെ കോൺസെൻട്രേഷൻ കൂടുതലുണ്ട്. റൈറ്റ്? H+ അയോന്റെ കോൺസെൻട്രേഷൻ കൂടുതലുണ്ട്. സോ നമുക്കറിയാം നമ്മുടെ ഈ ഇലക്ട്രോൺ ഇതുപോലെ എന്താവുന്നുണ്ട്? ഒരു സിസ്റ്റമിൽ നിന്നും ഇനിയൊരു കോംപ്ലക്സിലേക്ക് ഇങ്ങനെ മൂവായി സൈറ്റോക്രോം A3യിൽ നിന്നും പുറത്തേക്ക് ചാടുമ്പോൾ നമ്മുടെ നേസന്റ് ഓക്സിജൻ ഉണ്ട്. ആ നേസന്റ് ഓക്സിജന്റെ കൂടെ നമ്മുടെ
H പ്ലസ് അയോന്റെ കൂടെ ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇലക്ട്രോണ് O അതുപോലെ തന്നെ H പ്ലസ് അയോനും മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറും? വാട്ടർ ആയിട്ട് മാറും. സോ ഇതാണ് നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ നമ്മൾ പഠിച്ചത്, റൈറ്റ്? സോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇപ്പൊ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി ദിസ് H പ്ലസ് അയോൺസ് ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് എൻ്റർ ആയിട്ടുള്ള H പ്ലസ് അയോൺ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. സോ നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് NADH2 ആണ് ATPനെ 3 ATPനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, റൈറ്റ്? സോ NADH2ന് ഒരു മോളിക്യൂൾ NADH2ന് 3 ATP മോളിക്യൂളിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, റൈറ്റ്? സോ ഇവിടെ ഒരു H പ്ലസ് അയോന് എനർജി റിലീസ് ആയപ്പോൾ, അതായത് ഒരു സെറ്റ് ഇങ്ങോട്ട് റിലീസായി, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്, റൈറ്റ്? സോ 3 സെറ്റ് H പ്ലസ് അയോൺ ആണ് ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് എൻ്റർ ആയിട്ടുള്ളത്, റൈറ്റ്? സോ ഇവിടെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്താവും? ഡിഫ്യൂഷൻ ആവണ്ടേ, റൈറ്റ്? ഡിഫ്യൂഷൻ ആവണ്ടേ? അങ്ങനെ ഡിഫ്യൂഷൻ ആവണം എന്നുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് അങ്ങനെ ഒന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ പ്രോട്ടോന് ഈസി ആയിട്ട് ഇന്നർ മെംബ്രെയിനിലൂടെ ഇങ്ങോട്ട് എൻ്റർ ആവാൻ സാധ്യതയില്ല. ബിക്കോസ് അതിനൊരു പ്രോട്ടീനിന്റെ ആവശ്യമുണ്ട്, അവിടെ ഒരു പ്രോട്ടീനിന്റെ ആവശ്യമുണ്ട്. നമുക്കത് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. യെസ്, സോ നമുക്ക് നോക്കാം. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. ഇവിടെ എന്താണ് സംഭവിക്കുക? സി, നമ്മൾ ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിന്റെ അതേപോലെയുള്ള ഒരു ഔട്ടർ മെംബ്രെയിൻ ഇവിടെ വരച്ചു. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. സോ ആ ഇന്നർ മെംബ്രെയിനെ ഞാൻ ഇങ്ങനെയും കൂടെ വരയ്ക്കുകയാണ്. ബിക്കോസ് ഇന്നർ മെംബ്രെയിൻ ഹൗ മെനി ക്രിസ്റ്റേ അല്ലെ? സോ ഇൻഫോൾഡിങ്ങിനെയാണ് നമ്മൾ പറയുന്നത് ക്രിസ്റ്റേ എന്ന്, അല്ലെ? ഇന്നർ മെംബ്രെയിൻ, അതായത് സി ഇതുപോലെ നമ്മൾ ഓർക്കുന്നുണ്ടോ? അതുപോലത്തെ ഒരു ഇൻഫോൾഡിങ്ങിനെയാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. യെസ്, സോ ആ ഇൻഫോൾഡിങ് ഇവിടെ ഉണ്ട്. നമുക്ക് ഇതിനെ കുറച്ച് തിക്കാക്കി വരച്ചു കൊടുക്കാം. സോ ഈ മെംബ്രെയിൻ ഇങ്ങനെ ഉണ്ട്. സോ ദിസ് ഈസ് ആർ ക്രിസ്റ്റേ. സോ നമുക്കിവിടെ മെൻഷൻ ചെയ്യാം, അതായത് ദിസ് ഈസ് ഔട്ടർ മെംബ്രെയിൻ, ദിസ് ഈസ് ഇന്നർ മെംബ്രെയിൻ. Okay, so this is intermembrane space. Okay, intermembrane space. Okay, so this is our cristae, അല്ലെ? സോ ഈ റീജിയനില്, ഇവിടെയുള്ള ഈ റീജിയനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദിസ് ഈസ് കോൾഡ് മാട്രിക്സ്. സോ ദിസ് ഈസ് ആർ മാട്രിക്സ്. ഓക്കെ, യെസ്. സോ നമ്മുടെ NADH2 എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ഇലക്ട്രോൺ പാസ് ചെയ്തിട്ട് ഇങ്ങനെ പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടേക്ക് ഈ മാട്രിക്സിലേക്ക് എൻ്റർ ആവുന്നുണ്ട് ഇലക്ട്രോന്. അപ്പോൾ H2 ആയിട്ട് മാറുന്നുണ്ട്, റൈറ്റ്? സോ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? സോ H2O ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ, ഒരു കോംപ്ലക്സിൽ നിന്നും ഇങ്ങനൊരു കോംപ്ലക്സിലേക്ക് ഇങ്ങനെ താഴെ ഇറങ്ങി വരുമ്പോൾ ഇവിടത്തേക്ക് ഒരു 3 സെറ്റ് H പ്ലസ് അയോൺസ്, അല്ലെ? സോ 3 സെറ്റ് H പ്ലസ് അയോൺസ് എൻ്റർ ആവുന്നുണ്ട്, റൈറ്റ്? 2 H പ്ലസ് അയോൺസ് എൻ്റർ ആവുന്നുണ്ട്. ശരിയാണോ? സോ ഇപ്പോൾ ഇവിടെ, അതായത് ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ H പ്ലസ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായി, റൈറ്റ്? സോ അങ്ങനെ കൂടുതലായ ഈ ഒരു സാധനം പുറത്തേക്ക് ഇറങ്ങണം. എവിടെ നിന്ന് കോൺസെൻട്രേഷൻ കൂടുതലുണ്ടോ അവിടെ എന്താവും? സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിങ് എന്താണ്? The molecule move from higher concentration towards the lower concentration. So, ഈ H plus ions മാട്രിക്സിലേക്ക് എൻ്റർ ആവണം, റൈറ്റ്? സോ ഇവിടെ H plus ions വളരെ കൂടുതലുണ്ട്. അപ്പൊ ഇത് ഇങ്ങോട്ട് മൂവ് ആവണം. അങ്ങനെ മൂവ് ആവണം എന്നുണ്ടെങ്കിൽ അത്ര ഈസി ഒന്നും അല്ല. ബിക്കോസ് ഇവിടെ ചില പ്രോട്ടീൻസിന്റെ ആവശ്യമുണ്ട്. ആ പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? ഈ ഒരു H പ്ലസ് അയോണ് ഇങ്ങോട്ട് മൂവ് ആവുള്ളൂ. അപ്പോൾ സി, ഇവിടെയാണ് നമ്മുടെ എന്തുള്ളത്? F0. ഓക്കെ, F0 എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സ്റ്റാക്ക്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് അവർ F1 പ്രോട്ടീൻ. ഓക്കെ, F1 protein is also known as ATPase enzyme. ഓക്കെ, ATPase enzyme. സോ ഇവിടെ നമ്മുടെ F1 ഉണ്ട്,
ഓക്കെ, സോ ഈ H പ്ലസ് അയോണ് എന്തുണ്ട്, ഈ H പ്ലസ് അയോണ് ഇങ്ങനെ എനർജിയായിട്ട് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫുൾ എനർജിയോടെ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് മൂവ് ആയി F0 എത്തി. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം എങ്ങോട്ട് എത്തുന്നുണ്ട്, ആ ഒരു സ്റ്റാക്കിലേക്ക് എത്തുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഈ ഒരു വേവ് ലൈക്ക് സ്ട്രക്ചർ എഴുതുന്നുള്ളത് എനർജിയും ക്യാരി ചെയ്തുകൊണ്ടാണ് വരുന്നുള്ളത് എന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇതിങ്ങനെ വന്നെത്തിയ ഉടനെ സി ഈ മാട്രിക്സ് ഞാനിവിടെ മായ്ക്കാണ്. ഓക്കെ, യെസ്, സോ ഇവിടെ എന്താ സംഭവിക്കുക, നമ്മുടെ ADP ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെയും കൂടെ വിളിച്ചിട്ട് എന്ത് ചെയ്യും, ഇതിനെ ATP ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, കൺവേർട്ട് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം വിത്തൗട്ട് എനർജി ഇതിങ്ങനെ ജസ്റ്റ് എങ്ങോട്ട് വരുന്നുണ്ട്, പുറത്തേക്ക്, അതായത് മാട്രിക്സിലേക്ക് എൻറ്റർ ആവുന്നുണ്ട്. യെസ്, സോ ഇവിടെ എത്ര NADH2 എത്ര ഇലക്ട്രോണിനെ പാസ് ചെയ്തു, പ്രോട്ടോണിനെ പാസ് ചെയ്തു, 1 2 3 അല്ലെ, 3 സെറ്റ് ഹൈഡ്രോജൻ ആറ്റമിനെയാണ് പാസ് ചെയ്തത് അല്ലെ, 2H+ അയോൺസിനെ. സോ ആ 2H+ അയോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ATP മോളിക്യൂളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വൈ NADH2 ഈസ് ഗോയിങ് ടു പ്രൊഡ്യൂസ് 3 ATP എന്ന് നമ്മൾ പറയാം. സോ ഓരോ കോംപ്ലക്സിലും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 കോംപ്ലക്സിലൂടെ നമ്മുടെ ഇലക്ട്രോൺ പാസ് ആകുമ്പോൾ 3 2H+ അയോണിനെ പാസ് ചെയ്യുന്നുണ്ട്. ആ 3H+ അയോണും ഇവിടെ നിന്നും, അതായത് ഇന്റർമെംബ്രെയിൻ സ്പേസിൽ നിന്നും മാട്രിക്സിലേക്ക് എൻറ്റർ ആകുമ്പോൾ, ക്രിസ്റ്റയിലൂടെ പാസ്സാവുമ്പോൾ ആ ക്രിസ്റ്റയിലുള്ള F0ഉം F1 കോംപ്ലക്സ്, അതായത് ATP സിന്തസിസ് അവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് H+ അയോണ് പുറത്തേക്ക് ചാടുമ്പോൾ, അതായത് മാട്രിക്സിലേക്ക് ചാടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ATP പ്രൊഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. യെസ്, ക്ലിയർ ആയോ, എല്ലാവർക്കും മനസ്സിലായോ? യെസ്, സോ ദിസ് ഈസ് അബൌട്ട് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. യെസ്, സോ മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ പിന്നെ FADH2 രണ്ടെണ്ണം മാത്രമേ, അതായത് 2 ATP മാത്രമേ പ്രൊഡ്യൂസ് ആവുള്ളൂ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടോ? സോ FADH2 രണ്ട് ലെവലില് കോംപ്ലക്സ് അതായത് 1 2 3 അല്ല, വെറും 2 കോംപ്ലക്സിലാണ് H+ അയോണിനെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യിപ്പിക്കുന്നത്. സോ ദാറ്റ്സ് വൈ ഓൺലി 2 ATP ഈസ് ഗോയിങ് ടു പ്രൊഡ്യൂസ്. ഓക്കെ, clear? Yes, so that is about oxidative phosphorylation. യെസ്, അടുത്തത് നമുക്ക് ബാലൻസ് ഷീറ്റ്, അതായത് ഇത്രയും നമ്മൾ പഠിച്ചില്ലേ, നമ്മുടെ ഗ്ലൈക്കോളിസിസ് പഠിച്ചു, ക്രെബ്സ് സൈക്കിൾ പഠിച്ചു, ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് പഠിച്ചു. സോ ഇതെല്ലാം എന്താണ്, ATPനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ ടോട്ടലായിട്ട് എത്ര ATP എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂള് സ്പ്ലിറ്റ് ആകുമ്പോൾ എവിടെ എങ്ങനെ ATP പ്രൊഡക്ഷൻ ആവുന്നുണ്ട് നമുക്ക് നോക്കാം. യെസ്, സോ ദാറ്റ് ഈസ് കോൾഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ബാലൻസ് ഷീറ്റ്. സോ ഈ ബാലൻസ് ഷീറ്റിൽ നമ്മൾ 3 കോളം ആക്കിയിട്ട് മാറ്റാം. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് സ്റ്റെപ്പ്. ഓക്കെ, രണ്ടാമത്തത് ATP. ഓക്കെ, സോ ഡയറക്റ്റ് ആയിട്ട് ATP ഏതൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തത് NADP അല്ലെങ്കിൽ FADH2 അല്ലെങ്കിൽ FADH2. ആൻഡ് നാലാമത്തത് നമ്മുടെ ഗ്രാൻഡ്. ഓക്കെ, ഗ്രാൻഡ് ടോട്ടൽ. യെസ്, സോ നമുക്കത് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നമ്മുടെ കോളം റെഡി ആയിട്ടുണ്ട് ഇവിടെ. സോ ഫസ്റ്റ് വൺ ഈസ് സ്റ്റെപ്പാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുള്ളത്. രണ്ടാമത്തേത് ഡയറക്റ്റ് ATP എവിടെയൊക്കെ ഏത് പ്രോസസ്സിലാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ATP പ്രൊഡക്ഷൻ സംഭവിക്കുന്നത് അത് നമ്മളിവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. ആൻഡ് മൂന്നാമത് നമ്മൾ NADH2 അതുപോലെ തന്നെ FADH2 എവിടെ എത്ര പ്രൊഡ്യൂസ് ആയിട്ടുണ്ട് അത് നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്. ആൻഡ് നാലാമത് ഗ്രാൻഡ് ടോട്ടൽ. ഓക്കെ, ഗ്രാൻഡ് ടോട്ടൽ നമുക്ക് എഴുതി കൊടുക്കാം. യെസ്, ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് glycolysis. Okay, glycolysis. So glycolysis ഡയറക്റ്റ് ആയിട്ട് എത്ര ATP പ്രൊഡ്യൂസ് ആവുന്നുണ്ട്?
ടോട്ടലായിട്ട് 4 ATP പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഓക്കെ, 4 ATP പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. പക്ഷേ അതിൽ 2 ATP യൂട്ടിലൈസ് ആയി പോകുന്നുണ്ട് അല്ലെ. ഫസ്റ്റത്തെ 2 സ്റ്റെപ്പ്, അതായത് എന്താ, ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആവാനും ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ആയി മാറാനും എനർജീനെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പൊ 2 ATP അവിടെ പോയി. സോ ടോട്ടൽ ആയിട്ട് എത്ര ATP ഇപ്പൊ ബാക്കിയുണ്ട്? 2 ATP മാത്രമേ ബാക്കിയുള്ളൂ. റൈറ്റ്. അതുപോലെ തന്നെ നെക്സ്റ്റ്, ഈ ഗ്ലൈക്കോളിസിസിൽ എത്ര NADH2 പ്രൊഡ്യൂസ് ആവുന്നുണ്ട്? എത്ര NADH2 പ്രൊഡ്യൂസ് ആവുന്നുണ്ട്? സോ ഒരു സൈക്കിളിൽ, അതായത് ഒരു ഗ്ലൂക്കോസ് 2 പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ ഒരു പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവുമ്പോൾ ഒരു NADH2 പ്രൊഡ്യൂസ് ആകും. ഓക്കെ, സോ 2 പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവുമ്പോൾ NADH2 2 NADH2 പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അതായത് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ 2 പൈറുവിക് ആസിഡിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ 2 പൈറുവിക് ആസിഡ് പ്രൊഡ്യൂസ് ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 2 NADH2 പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. യെസ്, ഓക്കെ. അടുത്തത് നമുക്ക് നോക്കാം. സോ ഈ 2 NADH2 എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അറിയാലോ, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നമ്മൾ പഠിച്ചില്ലേ? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനിൽ എന്താണ് പറയുന്നത്? ഒരു NADH2 3 ATPനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ എത്ര ATP ആയി? 2 NADH2 എന്ന് പറയുമ്പോൾ 6 ATPനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. യെസ്, അടുത്തത് നമുക്ക് നോക്കാം. സെക്കൻഡ് വൺ ഈസ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. ഓക്കെ, എവിടെയാണ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കാണാൻ പറ്റുക? സി, പൈറുവിക് ആസിഡ് ഡയറക്റ്റ് ആയിട്ട് ക്രെബ്സ് സൈക്കിളിലേക്ക് എൻ്റർ ആവില്ല. സോ പൈറുവിക് ആസിഡ് എന്തായിട്ട് മാറും? അസിറ്റൈൽ കോയെ 3 കാർബൺ ആറ്റം ഉള്ളത് 2 കാർബൺ ആറ്റം ആയിട്ട് റെഡ്യൂസ് ആകും. സോ അങ്ങനെ റെഡ്യൂസ് ആവുന്ന ആ ഒരു സമയത്തിലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ATP ഒന്നും സിന്തസിസ് ആയി കിട്ടില്ല. പക്ഷേ ഒരു NADP പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ 2 ക്രെബ്സ് സൈക്കിളിനെയാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, 2 ക്രെബ്സ് സൈക്കിളിനെയാണ് ഫോം ചെയ്യുന്നത്. സോ 2 എന്ത് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്? NADH2 പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. സോ അവിടെയും നമുക്ക് 6 ATP പ്രൊഡക്ഷൻ ആയി കിട്ടി. ഓക്കെ, ക്ലിയർ? 6 ATP പ്രൊഡക്ഷൻ ആയി കിട്ടി. അടുത്തത് മൂന്നാമത്തത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ക്രെബ്സ് സൈക്കിൾ. ഓക്കെ, ക്രെബ്സ് സൈക്കിളിൽ ATP എത്ര പ്രൊഡ്യൂസ് ആവുന്നുണ്ട്? സോ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ 2 ക്രെബ്സ് സൈക്കിളിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ക്രെബ്സ് സൈക്കിളിൽ ഒരു ATP. സോ ഇവിടെ 2 ATP പ്രൊഡ്യൂസ് ആകും. ഓക്കെ, 2 ATP പ്രൊഡ്യൂസ് ആകും. യെസ്, അതുപോലെ തന്നെ FADH2 എത്രയാണ്? 3 NADH2 in 1 cycle, 1 FADH2 in 1 cycle. ഇത് രണ്ടും 2 ആക്കണം അല്ലെ. സോ അപ്പോ എത്രയായി? 6 NADH2 ആൻഡ് 2 FADH2 അല്ലെ. സോ അപ്പൊ പിന്നെ നമുക്ക് എന്താ ATP നോക്കുകയാണെങ്കിൽ ഇവിടെ 18 ATPയും ഇവിടെ നമുക്ക് 4 ATPയും ആണ് കിട്ടുന്നത്. ഓക്കെ, യെസ്. സോ നമുക്കത് എഴുതി കൊടുക്കാം. ഗ്രാൻഡ് ടോട്ടൽ നമുക്ക് എഴുതി കൊടുക്കാം. സോ ദിസ് ഈസ് 6. ഓക്കെ, 6 അല്ലല്ലോ. ഗ്ലൈക്കോളിസിസിൽ നമുക്ക് 8 ATP കിട്ടുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 6 ATP കിട്ടുന്നുണ്ട്. അതായത് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനിൽ 6 ATP കിട്ടുന്നുണ്ട്. റൈറ്റ്. അതുപോലെ തന്നെ ക്രെബ്സ് സൈക്കിളിൽ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 18 20 ആയി 24 ATP പ്രൊഡ്യൂസ് ആയി കിട്ടുന്നുണ്ട്. റൈറ്റ്. ഓക്കെ, ക്ലിയർ ആയോ? യെസ്. സോ ഇത്രയും ATP നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണുമ്പോൾ ഒന്ന് കൂട്ടി നോക്കിയിട്ട് പറഞ്ഞേ എത്രയുണ്ട്? 14 24 എന്ന് പറയുമ്പോൾ നമുക്ക് 38 ATP. പക്ഷെ നമ്മൾ ഇൻ റിയൽ എന്താ ഈ ഒരു റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോൾ, അതായത് ഗ്ലൈക്കോളിസിസ്, ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ, അതുപോലെ തന്നെ ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു റിയാക്ഷൻ നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ATP പ്രൊഡ്യൂസ് ആവുന്നത് ഓൺലി 36 എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് അല്ലെ. 36. അപ്പൊ പിന്നെ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 2 ATP കൂടുതൽ വന്നല്ലോ. എങ്ങനെയാണ് 2 ATP കൂടുതൽ വന്നത്? ബിക്കോസ് ഇവിടെ നിന്ന് വന്ന ഈ 2 കൂടുതലുള്ള ATP ഇല്ലേ, ആ 2 കൂടുതലുള്ള ATP ഈ ഒരു NADH2 ഇല്ലേ, ഈ ഒരു NADH2 പ്രൊഡ്യൂസ് ആവുന്നത് എവിടെയാണ്?
സൈറ്റോപ്ലാസം. ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസമിൽ അല്ലേ? സോ ഈ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനും ക്രെബ്സ് സൈക്കിളും ഇതെല്ലാം നടക്കുന്നത് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയിലാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആയിട്ട് ATP ആയിട്ട് പ്രൊഡ്യൂസ് ആവുന്നത്. അപ്പോ ഈ NADH2 സൈറ്റോപ്ലാസമിൽ നിന്നും എവിടേക്ക് മൂവ് ആവണം? മൈറ്റോകോൺട്രിയയിലേക്ക് മൂവ് ആവണം. ശരിയാണോ? ഈ NADH2 എന്താവണം? മൈറ്റോകോൺട്രിയയിലേക്ക് മൂവ് ആവണം. മൈറ്റോകോൺട്രിയയിലേക്ക് മൂവ് ആവുമ്പോൾ അത്ര ഈസി ആയിട്ട് മൂവ് ആവില്ല. അതിന് എന്ത് ചോദിക്കും? എനർജി താടോ എന്ന് പറഞ്ഞ് ചോദിക്കും. സോ ആ എനർജി കൊടുക്കും. അവിടെ രണ്ട് NADH2 ഉണ്ട്. ആ രണ്ട് NADH2 മൂവ് ചെയ്യാൻ 2 ATP കൺസ്യൂം ആവുന്നുണ്ട്. ഹെൻസ് 36 ATP. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? സി ബാലൻസ് ഷീറ്റിൽ ടോട്ടൽ ആയിട്ട് നമുക്ക് കിട്ടേണ്ടത് 36 ആണ്. ഗ്ലൈക്കോലിസിസിൽ 2 ഡയറക്റ്റ് ആയിട്ട് ATP പ്രൊഡ്യൂസ് ആവുന്നുണ്ട്, 2 NADH2 പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് 6 ATP. ടുഗെദർ 8 ATP ആണ് ഗ്ലൈക്കോലിസിസ് എന്ന് കിട്ടുന്നത്. പക്ഷേ ഈ 2 NADH2 സൈറ്റോപ്ലാസമിൽ നിന്നും മൈറ്റോകോൺട്രിയയിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 ATP നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് 6 പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. സോ അവിടെ നമുക്ക് ATP ഒന്നും കിട്ടുന്നില്ല, പക്ഷെ 2 NADH2 പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് 6 ATP. അടുത്തത് ക്രെബ്സ് സൈക്കിൾ. ക്രെബ്സ് സൈക്കിളിൽ 2 ATPയും അതുപോലെ തന്നെ 3 NADH2 1 FADH2 into 2 ബിക്കോസ് 2 ക്രെബ്സ് സൈക്കിൾ ആണ് ഇവിടെ സംഭവിക്കുന്നത്, റൈറ്റ്? സോ 18 പ്ലസ് 4 ആണ്. അപ്പോൾ ടുഗെദർ 24 ആണ്. ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ 36 ഈക്വൽ ആയിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. യെസ്, സോ ദിസ് ഈസ് ബാലൻസ് ഷീറ്റ്. എല്ലാവർക്കും മനസ്സിലായോ? യെസ്. സോ എന്നാ പിന്നെ നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. സോ ദാറ്റ് ഈസ് ഷട്ടിൽ സിസ്റ്റം. സോ ഷട്ടിൽ സിസ്റ്റം എന്ന് പറയുന്ന 2 ഷട്ടിൽ സിസ്റ്റം ഉണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് glycerol phosphate shuttle system. സോ ഇവിടെ എന്താ നടക്കുക നമുക്ക് നോക്കാം. See, this is our cytoplasm. ഇത് സെൽ മെംബ്രെയിൻ, ഇത് നമ്മുടെ സൈറ്റോപ്ലാസം. ഓക്കെ, സൈറ്റോപ്ലാസം. ആൻഡ് ദിസ് ഈസ് അവർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. ഓക്കെ, ഇത് നമ്മുടെ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. സോ ഇവിടെ നമ്മുടെ NADH2 2 NADH2 എന്തായിട്ട് മാറുന്നുണ്ട്? 2 NAD ആയിട്ട് മാറുന്നുണ്ട്. ആൻഡ് ഇത് എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? H+ അയോൺസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ശരിയാണോ? H+ അയോൺസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ H+ അയോണ് മെംബ്രെയിനിലൂടെ, മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലൂടെ, അതായത് നമ്മുടെ 2 NADH2 പ്രൊഡ്യൂസ് ആയിട്ടുണ്ടായിരുന്നോ? നമ്മുടെ ഗ്ലൈക്കോളിസിസിൽ പ്രൊഡ്യൂസ് ആയിട്ടുണ്ടായിരുന്നില്ല. ആ 2 NADH2 ഫേറ്റ് ആണ് നമ്മളിവിടെ പറയുന്നത്. അത് സൈറ്റോപ്ലാസമിൽ നിന്നും മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലേക്ക് എൻ്റർ ആകുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ആവാൻ പറ്റില്ല. അപ്പൊ അതെന്താവും? സ്പ്ലിറ്റ് ആയിട്ട് H+ അയോൺസ് ആയിട്ടാണ് മൂവ് ആകുക. അപ്പൊ അങ്ങനെ H+ അയോൺസ് ആയിട്ട് മൂവ് ആകുമ്പോൾ സോ എനർജീനെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. എനർജീനെ കൺസ്യൂം ചെയ്തിട്ടാണ് ഇത് ഉള്ളിലേക്ക് എൻ്റർ ആവുന്നുള്ളത്. അപ്പൊ അങ്ങനെ ഉള്ളിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞതിന് ശേഷം ഈ H+ അയോൺസ് ഓക്കെ സം ടൈം FADന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറും? FADH2 എന്തായിട്ട് മാറും? FADH2 ആയിട്ട് മാറും. ഓക്കെ, സോ ദിസ് ബിക്കം FADH2. NADH2 ആണ് പ്രൊഡ്യൂസ് ആയത്. പക്ഷേ ഇവിടെ ഏത് മോളിക്യൂളിന്റെ കൂടെയാണോ അത് കമ്പൈൻ ചെയ്യുന്നത് അതിന്റെ ബേസിസിൽ സോ ഇത് 2 മോളിക്യൂൾ ഉണ്ടാവും. ഓക്കെ, സോ ഇത് FADH2 ആയിട്ട് മാറും. ഓക്കെ, സോ ഇങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ആയെങ്കിൽ, അതായത് FADH2 ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ടെങ്കിൽ we will get only 4 ATP molecule instead of 6 ATP molecule. So this is called glycerol phosphate shuttle system. ഓക്കെ, സോ ഇതൊരു ചാൻസ് ആണ്. ഓക്കെ, ഇതൊരു ചാൻസ് ആണ്. രണ്ടാമത്തെ ചാൻസ് ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് malate aspartate shuttle system.
shuttle system. ഇവിടെ എന്താ സംഭവിക്കുക ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് അവർ സെൽ മെംബ്രെയിൻ ആൻഡ് ദിസ് ഈസ് അവർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. ഇവിടെയാണ് നമുക്ക് സൈറ്റോപ്ലാസം കാണാൻ പറ്റുക. സോ ഈ സൈറ്റോപ്ലാസമിലുള്ള നമ്മുടെ ഗ്ലൈക്കോളിസിസ് നടന്നതിന് ശേഷം 2 NADPH പ്രൊഡ്യൂസ് ആയിട്ടുണ്ടാവും. ഇത് സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് 2 H+ അയോൺസ് കിട്ടും. അതായത് 2 molecule of 2 H+ ions കിട്ടും. സോ 2 NADH2, ഒരു NADH2 നിന്നും 2 H+ ions ആണ് റിലീസ് ആവുക. അപ്പൊ രണ്ട് NADH നിന്നും 4 H+ ions ആണ് പ്രൊഡ്യൂസ് ആവുക. ഓക്കെ, സോ ഈ 2 H+ ion എനർജീനെ കൺസ്യൂം ചെയ്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് മൂവ് ആവുന്നുണ്ട്. അതായത് മൈറ്റോകോൺട്രിയയിലേക്ക് മൂവ് ആവുന്നുണ്ട്. മൈറ്റോകോൺട്രിയയിലേക്ക് മൂവ് ആവുമ്പോൾ ഇതിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് NAD തന്നെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി വരും. അങ്ങനെ NAD തന്നെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. ഇവിടെ എന്താണ് സംഭവിക്കുക? ദിസ് ബിക്കം NADH2. ഇതെന്തായി മാറും? NADH2 ആയിട്ട് മാറും. സോ ഇങ്ങനെ NADH2 ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ATP, ഒരു NADH2 നിന്നും 3 ATP കിട്ടും, 2 NADP നിന്നും 6 ATPs കിട്ടും. സോ ദിസ് ഈസ് മോർ വർത്തി ദാൻ നമ്മുടെ ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് ഷട്ടൽ സിസ്റ്റം. സോ ഇതായിരിക്കും മോർ കൺവീനിയൻറ്റ്, മോർ ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, മാലേറ്റ് ആസ്പിറേറ്റ് ഷട്ടൽ സിസ്റ്റം. സോ ആ എനർജി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ല. അതായത് നമ്മുടെ ഈ 2 NADH2 സൈറ്റോപ്ലാസമിലാണ് ഉണ്ടാവുക. അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, മൈറ്റോകോൺട്രിയയിലേക്ക് വരണം. ആ മൈറ്റോകോൺട്രിയയിലേക്ക് വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ATP പ്രൊഡക്ഷൻ ചെയ്യുന്നത്, അല്ലെ? സോ ഈ NADH2 അതായത് സ്പ്ലിറ്റ് ആയിട്ട്, അതായത് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ആവാൻ പറ്റില്ല. ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ആവാൻ പറ്റാത്തത് കൊണ്ട് അത് എന്ത് ചെയ്യും? ഒന്നില്ല ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് ഷട്ടൽ സിസ്റ്റം ആയിട്ട് കൺവേർട്ട് ആയിട്ട് FADH2 ആയിട്ട് കൺവേർട്ട് ആവും. അല്ലെന്നുണ്ടെങ്കിൽ മാലേറ്റ് ആസ്പെർട്ടേൽ ഷട്ടൽ സിസ്റ്റമിലേക്ക് എൻ്റർ ആയിട്ട് NADH2 ആയിട്ട് തന്നെ കൺവേർട്ട് ആകും. സോ ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? യെസ്. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്ത ടോപ്പിക് ഏതാണ് അടുത്ത ടോപ്പിക്? കോമൺ പാത്വേ, അതായത് ആംഫിബോളിക് പാത്വേ. ആംഫിബോളിക് പാത്വേ എന്താണ് ഈ ആംഫിബോളിക് പാത്വേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. യെസ്. സോ ആംഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2, അല്ലെ? ആംഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? 2. ആംഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2, അല്ലെ? സോ ഇവിടെ 2 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കെറ്റബോളിക്കും ഉണ്ടാവണം, അനബോളിക്കും ഉണ്ടാവണം. എനർജി യൂട്ടിലൈസേഷൻ ഉണ്ടാവണം, എനർജി പ്രൊഡക്ഷനും ഉണ്ടാവണം. സിമ്പിളിൽ നിന്ന് കോംപ്ലക്സും ഫോം ആവണം, കോംപ്ലക്സ് മോളിക്യൂളിൽ നിന്ന് സിമ്പിൾ മോളിക്യൂളും ഫോം ആവണം. ഇങ്ങനെ 2 നടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? ആംഫിബോളിക് പാത്വേ എന്ന് വിളിക്കും. ഓക്കെ, സോ നമുക്ക് ആംഫിബോളിക് പാത്വേനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യെസ്. സോ ഫസ്റ്റ് തിങ് ഈസ് നമ്മുടെ ഗ്ലൈക്കോളിസിസ് തന്നെ വെക്കാം, അല്ലെ? ഗ്ലൈക്കോളിസിസ്. ഈ ഗ്ലൈക്കോളിസിസിൽ എല്ലാ സ്റ്റെപ്പും ഞാൻ ഇവിടെ എഴുതുന്നില്ല. സോ കുറച്ച് സ്റ്റെപ്സ് നമുക്ക് മിസ് ചെയ്യാം. ഓക്കെ, സോ 1,6 ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് മാറും, അല്ലെ? ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. സോ ഇത് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഒരെണ്ണം ഏതാണ്? ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. റൈറ്റ്? സോ ഇങ്ങനെ മാറുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇതെന്താവുന്നുണ്ട്? പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവും. ഈ പൈറുവിക് ആസിഡ് 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവും. ഈ പൈറുവിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്? അസിറ്റൈൽ കോയെ ആയിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? അസിറ്റൈൽ കോയെ ആയിട്ട് മാറുന്നുണ്ട്. ഈ അസിറ്റൈൽ കോയെ ക്രെബ്സ് സൈക്കിളിനെ ഫോം ചെയ്യും. ശരിയാണോ? ക്രെബ്സ് സൈക്കിളിനെ ഫോം ചെയ്യും. സോ അങ്ങനെ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് പാത്വേ. ഓക്കെ, കാർബോഹൈഡ്രേറ്റിന്റെ പാത്വേ ആണിത്. കാർബോഹൈഡ്രേറ്റ് കോംപ്ലക്സ് മോളിക്യൂൾ ആണ്. അതിന്റെ സിംപ്ലസ്റ്റ് ഫോം ഗ്ലൂക്കോസ്. സോ ഇത് നമുക്ക് ഗ്ലൈക്കോളിസിസ് എന്ന് എഴുതണ്ട, ഗ്ലൂക്കോസ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, സോ ഗ്ലൈക്കോളിസിസിൽ എന്താ സംഭവിക്കുക? സോ
ഫസ്റ്റ് ഗ്ലൂക്കോസ് അല്ലെ. സോ ഗ്ലൂക്കോസ് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നുള്ളത്, സിംപ്ലസ്റ്റ് ഫോം ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്, അവിടെ എനർജി പ്രൊഡക്ഷൻ ആവുന്നുണ്ട്. റൈറ്റ്. സോ ഇവിടെ ഗ്ലൂക്കോസ് മാത്രമാണോ നമ്മൾ കഴിക്കുന്നത്? വെറും ഫുഡ് മാത്രം, ഫുഡിൽ വെറും ഗ്ലൂക്കോസ് അല്ലെങ്കിൽ സ്റ്റാർച്ചിനെ മാത്രമാണോ നമ്മൾ കഴിക്കുന്നത്? അല്ല, നമ്മൾ അമൈനോ ആസിഡ് അതായത് പ്രോട്ടീൻസിനെയും കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫാറ്റിനും കഴിക്കുന്നുണ്ട് അല്ലെ. സോ എന്നാൽ പിന്നെ നമ്മൾ പ്രോട്ടീൻ കഴിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഓക്കെ, പ്രോട്ടീനെ കഴിക്കുമ്പോൾ യെസ്, സോ പ്രോട്ടീനെ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? പ്രോട്ടീന് സ്പ്ലിറ്റ് ആയിട്ട് അമൈനോ ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവും. സോ ഒരു പ്രോട്ടീനിന് ചിലപ്പോൾ ഒരു 10 അമൈനോ ആസിഡ് ഉണ്ടാവുക, 15 ഉണ്ടാവുക, 20 ഉണ്ടാവുക, മൾട്ടിപ്പിൾ 100 and something ഉണ്ടാവുക. ഇത് മൾട്ടിപ്പിൾ ആയിട്ട് ഉണ്ടാവുക, എത്ര വേണമെങ്കിലും ഉണ്ടാവുക അല്ലെ. സോ ഇപ്പൊ നമ്മൾ അമൈനോ ആസിഡ് എന്ന് എഴുതി. ഈ അമൈനോ ആസിഡ് ഡീഅമിനേഷൻ ആയിട്ട് ഡീഅമിനേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് അത് പൈറുവിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ആവും. പൈറുവിക് ആസിഡ് ആയതിനു ശേഷം നിങ്ങൾക്ക് അറിയാലോ, അത് അസിറ്റൈൽ കോയെ ആയിട്ട് കൺവേർട്ട് ആയിട്ട് ക്രെബ്സ് സൈക്കിളിനെ ഫോം ചെയ്യും. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ ഒരു അമൈനോ ആസിഡിൽ നിന്നും 15 ATP ആണ് പ്രൊഡ്യൂസ് ആവുന്നത്. ഓക്കെ, സോ എത്ര അമൈനോ ആസിഡ് ഉണ്ടാവും? 10 ഉണ്ടെങ്കിൽ ഇൻടു എത്ര വേണം അത് നമുക്ക് ചെയ്യാം. യെസ്. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫാറ്റ് അല്ലെ. ഫാറ്റ് അല്ലെ അടുത്ത ഒരു ഫുഡ് മോളിക്യൂൾ. സോ ഇതില് ഈ ഫാറ്റ് ഫസ്റ്റ് സ്പ്ലിറ്റ് ആവുന്നത് ഒന്ന് ഫാറ്റി ആസിഡ് ആയിട്ടും അതുപോലെ തന്നെ ഗ്ലിസറോൾ. ഓക്കെ, ഗ്ലിസറോൾ ആയിട്ടും സ്പ്ലിറ്റ് ആവും. സോ ഈ ഗ്ലിസറോള് എവിടത്തേക്ക് എൻ്റർ ആവുന്നുണ്ട്? ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, സ്പ്ലിറ്റ് ആയിട്ട് ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഈ ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ് എന്തായിട്ട് മാറും? ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ആൻഡ് അത് പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. ആൻഡ് അസിറ്റൈൽ CoA ഫോം ചെയ്യും ആൻഡ് ക്രെബ്സ് സൈക്കിൾ ഫോം ചെയ്യും. അത് അങ്ങനെ കംപ്ലീറ്റ് ആവും. അപ്പൊ ഫാറ്റി ആസിഡ് ആണെങ്കിൽ ബീറ്റാ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് അസിറ്റൈൽ CoA ബീറ്റാ ഓക്സിഡേഷൻ. ഓക്കെ, ബീറ്റാ ഓക്സിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ആയിട്ട് ഫാറ്റി ആസിഡ് എന്തായിട്ട് മാറുകയാണ്? അസിറ്റൈൽ CoA ആയിട്ട് മാറുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ക്രെബ്സ് സൈക്കിളിനെ ഫോം ചെയ്യും, അങ്ങനെ എനർജീനെ പ്രൊഡ്യൂസ് ചെയ്യും. യെസ്, ക്ലിയർ ആയോ? ഇപ്പൊ മോണോഗ്ലിസറാൾഡിഹൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്ലിസറോളും ഒരു ഫാറ്റി ആസിഡും ആണ് ഉള്ളത്. ഡൈഗ്ലിസറാൾഡിഹൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലിസറോളും 2 ഫാറ്റി ആസിഡും ആണ് ഉള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് ഡിപ്പെൻഡ്സ് ഓൺ എത്ര മോളിക്യൂൾ ഉണ്ട്, സോ എത്ര ഫാറ്റ് ഉണ്ട്, എത്ര ഗ്ലിസറോൾ ഉണ്ട്, എത്ര ഫാറ്റി ആസിഡ് ഉണ്ട്, അതിന്റെ ബേസിസിലായിരിക്കും ഇവിടെ എനർജി പ്രൊഡക്ഷൻ ആവുന്നത്. യെസ്. അതുപോലെ തന്നെ പ്രോട്ടീനിൽ എന്താണ്? എത്ര അമൈനോ ആസിഡ് ഉണ്ട്, അതിന്റെ ബേസിസിലാണ് ATP പ്രൊഡക്ഷൻ ആവുന്നത്. സോ ഇവിടെ അനബോളിക്കും സംഭവിക്കുന്നുണ്ട്, കെറ്റബോളിക്കും സംഭവിക്കുന്നുണ്ട് അല്ലെ. ഒരു സിമ്പിൾ മോളിക്യൂൾ കോംപ്ലക്സ് മോളിക്യൂൾ ആയിട്ടും ഫോം ആവുന്നുണ്ട്. സി ഇവിടെ സിമ്പിൾ മോളിക്യൂൾ ഗ്ലൂക്കോസ് ഉണ്ടായത് ഗ്ലൂക്കോസ് 1,6-ബൈഫോസ്ഫേറ്റ് ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ എനർജീനെ കൺസ്യൂം ചെയ്യുന്നുണ്ട് അല്ലെ, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇവിടെ സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവുമ്പോൾ അത് സ്പ്ലിറ്റ് ആയി അല്ലെ. സോ ഇവിടെ 6 കാർബൺ ആറ്റം ഉണ്ടായിരുന്നത് ഇവിടെ 3 കാർബൺ ആറ്റം ആയിട്ട് മാറി, സ്പ്ലിറ്റ് ആകുമ്പോൾ എനർജി റിലീസ് ആവുന്നുണ്ട് അല്ലെ. ഇവിടെ കെറ്റബോളിക്കും സംഭവിക്കുന്നുണ്ട്, അനബോളിക്കും സംഭവിക്കുന്നുണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആംഫിബോളിക് പാത്വേ. ക്ലിയർ? അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? ആംഫിബോളിക് പാത്വേ എന്ന് വിളിക്കുന്നത്. യെസ്. ഓക്കെ, എന്നാ പിന്നെ നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലെത്തി. ഓക്കെ, സോ ലാസ്റ്റ് ടോപ്പിക്, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ഏതാണ്? റെസ്പിറേറ്ററി കോഷ്യന്റ്. റെസ്പിറേറ്ററി കോഷ്യന്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് റെസ്പിറേറ്ററി റേഷ്യോ എന്നും പറയാം. ഓക്കെ, റെസ്പിറേറ്ററി റേഷ്യോ. യെസ്. എന്താണ് ഈ റെസ്പിറേറ്ററി കോഷ്യന്റ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി റേഷ്യോ? നമ്മൾ യൂഷ്വലി RQ എന്നാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, RQ എന്താണ് ഈ RQ? RQ is equal to the volume of carbon dioxide released
to the volume of oxygen observed in respiration. So that is called respiratory quotient. For example, നമുക്ക് ഗ്ലൈക്കോളിസിസിൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് കമ്പഷൻ നമുക്ക് എടുക്കാം. ഓക്കെ, കംപ്ലീറ്റ് കമ്പഷൻ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. സോ കംപ്ലീറ്റ് കമ്പഷനിൽ ഗ്ലൂക്കോസ് C6H12O6 ഉണ്ട്. അത് 6 ഓക്സിജൻ മോളിക്യൂളിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? 6 കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 6 H2O പ്ലസ് എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. സോ ഈ ഒരു ഫോർമുല നിങ്ങൾ ഇവിടെ ഇട്ട് നോക്കിയിട്ട് പറഞ്ഞേ എത്ര കിട്ടും? 6 കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ 6 oxygen molecule, that is equal to 1. So carbohydrate in the respiratory quotient is always 1. Okay, carbohydrate in the always 1 ആയിരിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് ഒരു ഫാറ്റി ആസിഡിന്റെ നോക്കാം. ഓക്കെ, ഫാറ്റി ആസിഡ് ട്രൈഫാൽത്തിൻ അതിന്റെ നോക്കാം നമുക്ക്. 2 മോളിക്യൂൾ ഓഫ് C51H98 6O6 plus 145O2 കമ്പൈൻ ചെയ്യുമ്പോൾ 102 CO2 കിട്ടും പ്ലസ് 98 H2O പ്ലസ് എനർജിയാണ് കിട്ടുക. ഓക്കെ, സോ ഈ ഒരു ഫാറ്റി ആസിഡ് നമ്മൾ എന്ത് ചെയ്യുക? ആ ഫോർമുലയ്ക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ 102 CO2 ഡിവൈഡഡ് ബൈ 145O2. സോ നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടുക? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞേ. 0.7 ആണ് റെസ്പിറേറ്ററി ക്വോഷ്യന്റ്. ദാറ്റ് ഈസ് ലെസ് ദെൻ 1 അല്ലെ? സോ ഫാറ്റി ആസിഡ് ഫോം ആവുമ്പോൾ ലെസ് ദെൻ 1 ആയിട്ടാണ് നമുക്ക് കിട്ടുക. യെസ്, ഓക്കെ. എന്നാൽ പിന്നെ നമുക്ക് ഒരു ഓർഗാനിക് ആസിഡ് നോക്കിയാലോ? ഓർഗാനിക് ആസിഡ്. സോ ഓർഗാനിക് ആസിഡിൽ നമ്മൾ നോക്കുമ്പോൾ ഓർഗാനിക് ആസിഡ്. യെസ്, സോ 2COOH twice plus O2 gives 4CO2 plus 2H2O plus energy. ഓക്കെ, ഇവിടെ നമ്മൾ അതേ ഫോർമുലിനെ ഒന്ന് നമ്മൾ ഇട്ട് നോക്കിയാലോ? 4CO2 divided by 1O2 is equal to more than 1 അല്ലെ? 4 ആണ്, more than 1. സോ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ആൾവേസ് 1 ആണ്. ഇതിപ്പോ ഫാറ്റി ആസിഡ് ഒക്കെ ആണെങ്കിൽ ലെസ് ദെൻ 1 ആണ്. ഓർഗാനിക് ആസിഡ് ആണെങ്കിൽ മോർ ദെൻ 1 ആണ്. ഓക്കെ, എന്നാൽ പിന്നെ നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു ഡയറ്റ്, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സണ് ഫുഡ് കഴിക്കുമ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? സോ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ലിപ്പിഡ്സ് ഉണ്ടാവും. ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഫുഡ്. സോ ഡയറക്റ്റ് ആയിട്ട് ഓൺലി ഷുഗർ മാത്രം നമ്മൾ കഴിക്കില്ല, ഓൺലി ഫാറ്റ് മാത്രം നമ്മൾ കഴിക്കില്ല അല്ലെ? സോ ഇത് എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള ഒരു റെസ്പിറേറ്ററി കോഷ്യന്റ് നമുക്ക് എന്താണ് കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൾവേസ് ഈക്വൽ ടു 8.5. ഓക്കെ, 8.5. യെസ്, സോ റെസ്പിറേറ്ററി ബാലൻസ് ഡയറ്റിന്റെ റെസ്പിറേറ്ററി കോഷ്യന്റ് യൂഷ്വലി 8.5 ആയിരിക്കും. യെസ്, സോറി, ഇത് തെറ്റിച്ചു ഞാൻ. സോ ഇതൊന്ന് വായിക്കാം. സോ യൂഷ്വലി ദാറ്റ് വിൽ ബി അറൌണ്ട് 0.85. ഓക്കെ, 0.85 ആയിരിക്കും. യെസ്, ബിക്കോസ് ഓർഗാനിക് ആസിഡിന്റെ മോർ ദെൻ 1 ആണ് അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റിന്റെ ഒക്കെ ലെസ് ദെൻ 1 ആണ്. യെസ്, അതുപോലെ തന്നെ ഗ്ലൂക്കോസിന്റെ 1 ആണ്. അപ്പൊ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൾമോസ്റ്റ് 0.85 ആയിരിക്കും റെസ്പിറേറ്ററി കോഷ്യന്റ് നമുക്ക് കിട്ടുക. സോ എക്സാക്ട് 1 നമുക്ക് കിട്ടില്ല. യെസ്, സോ ദിസ് ഈസ് അബൌട്ട് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? സോ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? വാട്ട് ഈസ് ഫസ്റ്റ് നമുക്ക് പറയാം അല്ലെ, വാട്ട് ഈസ് റെസ്പിറേഷൻ എന്നുള്ളത് പഠിച്ചു. അതുപോലെ തന്നെ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പഠിച്ചു അല്ലെ? അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്?
ഗ്ലൈക്കോളിസിസ് പഠിച്ചു, ക്രെബ്സ് സൈക്കിൾ പഠിച്ചു, ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ പഠിച്ചു, റൈറ്റ്? അത് കഴിഞ്ഞതിന് ശേഷം ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പഠിച്ചു, റൈറ്റ്? അത് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ഷീറ്റ് നമ്മൾ ഉണ്ടാക്കി, അല്ല, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി 36 ATP ആണ് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ സ്പ്ലിറ്റ് ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി, അല്ലെ? അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് പഠിച്ചത്? റെസ്പിറേറ്ററി കോഷ്യന്റ്, അല്ലെ? റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പഠിച്ചു. ആൻഡ് ആംഫിബോളിക് പാത്വേ, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഓൺലി കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല, ലിപ്പിഡും കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അമൈനോ ആസിഡ്, പ്രോട്ടീനിയം കഴിക്കുന്നുണ്ട്. ഇതൊക്കെ ഡൈജസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടും, എത്ര ATP മോളിക്യൂൾസ് കിട്ടും, ഇതെല്ലാമാണ് നമ്മൾ പഠിച്ചത്. യെസ്, സോ ഈ എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ നോട്ട്സ് വേണം നിങ്ങൾക്ക്. നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പും കൂടെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കാണും. അപ്പൊ പെട്ടെന്ന് പോവാം, വേദാന്തു മലയാളം എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. യെസ്, സോ നിങ്ങൾക്ക് അവിടെ ആ ഒരു ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് പോവുക, ടെലഗ്രാം ആപ്പിലേക്ക് പോവുക. പോയിട്ട് ജസ്റ്റ് സെർച്ച് ബട്ടണിൽ വേദാന്തു മലയാളം എന്ന് പറയുന്ന ഒരു ടൈറ്റില് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കാണാൻ പറ്റും. അതിൽ പോയിട്ട് ജോയിൻ എന്നുള്ള ബട്ടണ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQs, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആവും. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.